പൊടി കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച് തൻ്റെ മൂക്കിലേക്ക് ദൈവിക ജീവശ്വാസം ഊതി ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ ജീവശ്വാസം നിലനിർത്തുവാൻ ദൈവം ആഗ്രഹിച്ചു. ദൈവത്തിൻ്റെ സാദൃശ്യം നിലനിർത്തുവാൻ ദൈവം ആഗ്രഹിച്ചു. ദൈവത്തിൻ്റെ സ്വരൂപം നിലനിർത്തുവാൻ ദൈവം ആഗ്രഹിച്ചു. ദൈവിക തത്വത്തിൽ മനുഷ്യനോട് കൂടെ വസിക്കുന്നത് ദൈവത്തിന് താല്പര്യമാകയാൽ ആ മനുഷ്യനോട് കൂടെ വസിക്കേണ്ടതിന് നിഴൽ എന്ന വണ്ണം തനിക്ക് തക്ക തുണയായ ഒരു സ്ത്രീയെ പുരുഷനിൽ നിന്ന് ദൈവം സൃഷ്ടിച്ചു. സ്ത്രീ പുരുഷന്മാർ ഒരുമിച്ച് പാർത്തിരുന്ന ഏദനിൽ ദൈവത്തിൻ്റെ സകല പരിശുദ്ധിയും നിലനിൽക്കവേ അതിനെ നിഷ്കന്മഷ യുഗം അഥവാ പാപമില്ലാത്ത കന്മഷമില്ലാത്ത യുഗം എന്ന് വേദപണ്ഡിതാക്കൾ വിളിക്കുന്നുണ്ട്. ഈ യുഗത്തിൽ ദിവസം തോറും വെയിലാറുമ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിലേക്ക് ഇറങ്ങി വരികയും മനുഷ്യനുമായി ഒരുമിച്ച് സല്ലപിക്കുകയും ചെയ്തു. വിശുദ്ധ കൂട്ടായ്മ, വിശുദ്ധ സംസർഗം എന്നിവ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ദൈവത്തിൻ്റെ അഭാവത്തിലും, അതായത് ദൈവം തോട്ടത്തിൽ ഇല്ലാത്ത സമയത്തും ഇത് തന്നെ പ്രാക്ടീസ് ചെയ്യേണ്ടതിന് വേണ്ടി ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ച് അവരെ ഒരുമിച്ച് പാർപ്പിച്ച് അവരെ അനുഗ്രഹിച്ചു. പക്ഷേ ഇതിൻ്റെ പഴയ അധികാരിയായി ഇവിടെ നിന്നിരുന്ന സാത്താന് ഇത് ഇഷ്ടമല്ലാതെ വന്നതിനാൽ അവൻ സകലത്തിൻ്റെ മേലും അവൻ്റെ കൈ അഴിച്ചു വിട്ടു. ഞാൻ പറഞ്ഞു, മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാദൃശ്യം സൂക്ഷിക്കുവാൻ ദൈവം ആഗ്രഹിച്ചു. ആ സാദൃശ്യത്തിൽ നിന്ന് മനുഷ്യനെ തള്ളുവാൻ സാത്താൻ ആഗ്രഹിച്ചു. ദൈവത്തിൻ്റെ സ്വരൂപം സൂക്ഷിക്കുവാൻ ദൈവം ആഗ്രഹിച്ചു. അവിടെ നിന്ന് തള്ളുവാൻ സാത്താൻ ആഗ്രഹിച്ചു. ദൈവിക ഫെലോഷിപ്പ്, കൂട്ടായ്മ ആചരിപ്പാൻ ദൈവം ആഗ്രഹിച്ചു. അവിടെ നിന്ന് അവനെ എടുത്തു കളയുവാൻ സാത്താൻ ആഗ്രഹിച്ചു. ദൈവത്തിൻ്റെ തേജസ് കൊണ്ട് അവനെ മൂടി തേജസ്സിൽ നിന്ന് അവനെ പുറത്തെടുക്കുവാൻ സാത്താൻ ആഗ്രഹിച്ചു. ഇങ്ങനെ ദൈവവും സാത്താനും തമ്മിലുള്ള ഒരു നിരന്തര സമരത്തിൻ്റെ ഭാഗമെന്ന വണ്ണം മനുഷ്യൻ ചെയ്യാത്ത തെറ്റിന് കുറ്റവാളിയായി മാറി മനുഷ്യൻ പാപത്തിൽ അകപ്പെട്ടു. ലൂസിഫറിൻ്റെ ചിന്തയിൽ അകപ്പെട്ട മനുഷ്യനെ തൽക്കാലത്തേക്ക് ദൈവം ഏദൻ്റെ തോട്ടത്തിൽ നിന്ന് വെളിയിലാക്കുകയും എന്നാൽ വീണ്ടെടുപ്പ് നടക്കും എന്നൊരു വാഗ്ദത്തം കൊടുക്കുകയും ചെയ്തു. വീണ്ടെടുപ്പിന് വേണ്ടി ദൈവ പ്രമാണങ്ങൾ അനുസരിക്കണം എന്നത് ദൈവം പറഞ്ഞു. തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ നിത്യയാഗമായി തീരേണ്ടതിന് മനുഷ്യന് വേണ്ടി അയക്കുന്നത് വരെ താൽക്കാലിക യാഗങ്ങൾ കൊണ്ട് ക്രിസ്തുവിനെ ചിത്രീകരിക്കുവാൻ ആവശ്യപ്പെട്ടു. കാലത്തിൻ്റെ പോക്കിൽ എനിക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നിഴൽ എന്ന വണ്ണം പൗരോഹിത്യ വൃന്ദങ്ങളെ പഴയ നിയമത്തിൽ നിയമിച്ചാക്കി. പുതിയ നിയമത്തിൽ സംഭവിക്കുവാനുള്ളതിൻ്റെ ഓരോന്നിൻ്റെ നിഴലായി പഴയ നിയമത്തിൽ ഓരോ കാര്യങ്ങൾ തമ്പുരാൻ അറിയിച്ചു കൊടുത്തു. അങ്ങനെ നിയമിക്കപ്പെട്ട ജനത്തെ വിടുവിച്ചെടുക്കേണ്ടതിനു വേണ്ടി കാലത്തിൻ്റെ സമ്പൂർണതയിൽ തമ്പുരാൻ പ്രത്യക്ഷനാകുന്നത് വരെ കാലഘട്ടങ്ങളിലൊക്കെയും നിഴലുകളുടെ ആചാരത്തിലൂടെ ജനത്തെ മുന്നോട്ട് നയിച്ചു. ഞാനപ്പോൾ അത് ഒന്നുകൂടെ പറയാം. മനുഷ്യനെ വീണ്ടെടുക്കേണ്ടതിന് കാലസമ്പൂർണതയിൽ ഇറങ്ങി വരുന്നവനായി യേശുവിൻ്റെ നിഴൽ എന്ന വണ്ണം ചെറിയ ചെറിയ സംഭവങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ പഴയ നിയമം മുഴുവനും കാണിച്ചു കൊടുത്തുകൊണ്ട് ക്രിസ്തുവിൻ്റെ ജനന സമയം വരെ അതിൻ്റെ നിഴലുകൾ ഒന്നിനു പുറകെ ഒന്നായി സകല തലമുറകളിലും സകല ഇടങ്ങളിലും ദൈവം കാണിച്ചു കൊണ്ടിരുന്നു. വീണ്ടെടുപ്പിനെ ചിത്രീകരിക്കേണ്ടതിന് വേണ്ടി മിസ്രയീമിലെ അടിമത്വത്തിൽ നിന്ന് ജനത്തെ പുറത്തെടുത്തു. ചോരത്തളിയും പെസഹയും ആചരിക്കണം എന്ന് അവരോട് പറഞ്ഞു. മരുഭൂമിയിലൂടെ യാത്ര ചെയ്തിരുന്ന കാലം മുതൽ പെസഹയുടെ പ്രമാണം അവർക്ക് കൊടുക്കുകയും രക്തച്ചൊരിച്ചിലും യാഗവും അവർക്ക് കൽപ്പിക്കുകയും വരുവാൻ പോകുന്ന വലിയ വീണ്ടെടുപ്പിൻ്റെ നാന്ദികളെന്ന വണ്ണം, റിഹേഴ്സലുകൾ എന്ന വണ്ണം അവ കൊണ്ടാടുവാൻ, ആ പ്രത്യാശ നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കുവാൻ ദൈവം അവരോട് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ കാലത്തിൻ്റെ സമ്പൂർണതയിൽ കർത്താവായ യേശു സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ഒരു കന്യകയിലൂടെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഒരു ദിവസം മറിയ എന്ന കൊച്ചു പെൺകുട്ടി, കന്യകയായിരുന്ന കൊച്ചു പെൺകുട്ടി, ഞാനത് പറയുന്നത് യഹൂദ പാരമ്പര്യങ്ങളിൽ നിന്ന് എടുക്കുന്ന ഉദ്ധരണികൾ ചേർത്തുകൊണ്ടാണ്. അപ്രോക്സിമേറ്റ്ലി 14 വയസ്സിനും 15 വയസ്സിനും ഇടയിലാണ് ആ കാലത്ത് പെൺകുട്ടികളുടെ വിവാഹ നിശ്ചയം നടക്കുന്നത്. വിവാഹ നിശ്ചയം നടന്നു കഴിഞ്ഞ മറിയ എന്ന പെൺകുട്ടി, ഉദ്ദേശം 15 വയസ്സിന് താഴെ വരുന്ന ഒരു പെൺകുട്ടി, അവളുടെ അടുക്കൽ ഹെബ്രിയേൽ എന്ന മാലാഖ പ്രത്യക്ഷപ്പെടുകയും അവളോട്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, അത്യുന്നതൻ നിന്നിലൂടെ ജനിക്കുവാൻ പോകുകയാണ് എന്ന് പറയുകയും ആ വചനത്താൽ അവൾ ക്രിസ്തുവിനെ ഉള്ളിൽ ധരിക്കുകയും കാലത്തിൻ്റെ തികവിൽ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ജനിക്കുകയും ചെയ്തു. പല ആവർത്തി ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഒരു പാട്ടുകാരൻ മലയാളത്തിൽ എഴുതി വെച്ച മഹാകവി കെ വി സൈമൻ അവർ എഴുതിയത് ഇങ്ങനെയാണ്: കണ്ണാടിച്ചില്ലിന് കേടുവരാതെ വണ്ണം ജനലിൻ്റെ കണ്ണാടിക്കുള്ളിലൂടെ സൂര്യൻ്റെ പ്രകാശം മുറിക്കകത്തു വരുന്നത് പോലെ
മറിയയുടെ കന്യകത്വത്തിന് കേടുവരുത്താതെ ദൈവത്തിൻ്റെ ദിവ്യപ്രഭയാൽ, ദൈവത്തിൻ്റെ വചനത്താൽ ഉരുവായ യേശു, വചനം ജഡമായി ഉരുത്തിരിഞ്ഞവൻ ഈ മണ്ണിൽ വന്ന് അവതരിച്ചു. മാതൃകാപരമായൊരു ജീവിതം 30 വയസ്സ് വരെ കാഴ്ചവെച്ച ശേഷം നസറയനാകുന്ന യേശു യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനമേൽക്കേണ്ടതിന് യോർദാനിലേക്ക് ഇറങ്ങുകയും അവിടെ സ്നാനം സ്വീകരിക്കുകയും ചെയ്തു. യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനമേറ്റ യേശു വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവുന്ന പോലെ തൻ്റെ മേൽ ഇറങ്ങി വരികയും അതേസമയം മീതെ ആകാശം സ്വർഗം തുറന്ന് തൻ്റെ പിതാവ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുക്കുവീൻ എന്ന വാക്കുകളോടുകൂടെ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരം തൻകൽ കൈമാറുകയും ചെയ്തു. അധികാരത്തിൻ്റെ കൈമാറ്റം സിദ്ധിച്ചവനായ യേശു ആ ഭാഗം മുതൽ അല്പം കൂടെ ഗൗരവമായി ശ്രദ്ധിക്കൂ. ഞാൻ 1000 വർഷങ്ങളുടെ കഥ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത ചില ആയിരങ്ങളിലേക്ക് കയറാൻ പോകുകയാണ്. തൻ്റെ മേൽ സകല അധികാരവും കൈമാറ്റപ്പെട്ടവനായ യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഒന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ പോയി. ഒരു 40 രാപകലുകൾ ഉപവസിച്ചു. ഉപവാസ ദിവസങ്ങളിലൊക്കെയും തനിക്ക് പോരാട്ടമുണ്ടായിരുന്നെങ്കിലും ശക്തിയേറിയൊരു പോരാട്ടം അതിനുശേഷം തനിക്കുണ്ടാകുകയും തന്നെ പരീക്ഷിച്ച സാത്താൻ തൻ്റെ അവസാനത്തെ പരീക്ഷയായി, ആ പ്രാവശ്യത്തെ അവസാനത്തെ പരീക്ഷയായി തന്നെ ഒരു ഉയർന്ന മലയുടെ മുകളിൽ കൊണ്ടുപോയി ഈ ഭൂമിയും അതിൻ്റെ മഹത്വവും മുഴുവനും കാണിച്ച ശേഷം ഇത് മുഴുവനും വിട്ടു തന്നേക്കാം. ആരംഭത്തിങ്കിൽ ഭൂമിയുടെ സൃഷ്ടിയിൽ ആരായിരുന്നു ഇതിൻ്റെ ഉടമസ്ഥൻ? ലൂസിഫർ ആയിരുന്നു. ആ ലൂസിഫറിനെ തൽസ്ഥാനത്ത് നിന്ന് നിഷ്കാസനം ചെയ്തിട്ടാണ് മനുഷ്യനെ ഇവിടെ ആക്കിയത്. മനുഷ്യനെ വഞ്ചിച്ച പിശാച്, മനുഷ്യനെ എപ്പോഴും വഞ്ചനയാലാണ് പിശാച് കൊണ്ടുപോകുന്നത് എന്ന് മറക്കരുത്. വഞ്ചിച്ച പിശാച് ആ മനുഷ്യനെ തിരികെ കൊടുത്തേക്കാം. വഞ്ചിച്ചെടുത്ത സകലതും, അപഹരിച്ചെടുത്ത സകലതും, വഞ്ചനയ്ക്ക് ശേഷം അപഹരണങ്ങൾ നടന്നിട്ടുണ്ട്, അപഹരിച്ചെടുത്ത സകലതും തിരിച്ചു കൊടുത്തേക്കാം. പക്ഷേ ഇതിന് വീണ് പിശാചിനെ ഒന്ന് നമസ്കരിക്കണം, ലൂസിഫറിനെ ഒന്ന് നമസ്കരിക്കണം എന്ന് അവൻ ഡിമാൻഡ് ചെയ്തു. യേശു പറഞ്ഞു, സാധ്യമല്ല, നിന്റെ കർത്താവിനെ നമസ്കരിച്ച് ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. തിരുവചനത്താൽ പിശാചിൻ്റെ ഡിമാൻഡിനെ ക്യാൻസൽ ചെയ്യുകയും തന്നെ വിട്ടുപോകുവാൻ ആവശ്യപ്പെടുകയും ചെയ്ത ചരിത്രം മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിലുണ്ട്. ദയവായി മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം വായിപ്പാൻ അപേക്ഷിക്കുന്നു. മത്തായി 4:10. യേശു അവനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഒരു വാക്യം കൂടെ വായിച്ചു. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. ഇവിടെ തർജ്ജിമയിൽ ഒരു ചെറിയ വ്യത്യാസം വരുത്താൻ കഴിയും പോലും. ചില തർജ്ജിമകളിൽ പറയുന്നത്, പ്രത്യേകിച്ച് NIV മുതലായ ചില തർജ്ജിമകളിൽ പറയുന്നത് ഗെറ്റ് ബിഹൈൻഡ് മീ സൈറ്റൻ എന്ന് യേശു ആവശ്യപ്പെടുന്നതായിട്ടാണ്. ഞാൻ ആ ഭാഗം ഒത്തിരി വിശദീകരിച്ചിട്ടുള്ളത് കൊണ്ട് ഇന്നതിൻ്റെ വിശദീകരണത്തിലേക്ക് വരുന്നില്ല. സത്താനെ, നീ എന്നേക്കുമായി എന്നെ വിട്ടങ്ങ് മാറാനല്ല, നിന്നെ തോൽപ്പിക്കാനാണ് ഞാൻ വന്നത്. ഞാൻ ഇവിടുത്തെ തർക്കവിഷയം ഒന്ന് ചിത്രീകരിക്കാൻ ആഗ്രഹിക്കുന്നു. സാത്താന് പറയുവാനുള്ളത്, അങ്ങ് വന്നത്, അല്ലെങ്കിൽ യേശുവേ താങ്കൾ ഇറങ്ങി വന്നത് ഈ ഭൂമി എന്നിൽ നിന്നും പിടിച്ചെടുക്കേണ്ടതിനാണ്. എനിക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടതും ഞാൻ അധികാരം പുലർത്തിയിരുന്നതുമായ ഈ ഭൂമിയിൽ ഇതിനകത്തെ മണ്ണുകൊണ്ട് എടുത്ത് നിർമ്മിച്ച മനുഷ്യനെ ഞാൻ തന്നെയാണ് അപഹരിച്ചത്, ഞാൻ തന്നെയാണ് പാപത്തിൽ അകപ്പെടുത്തിയത്. അങ്ങനെ ഇന്ന് ആ മനുഷ്യനും ദൈവം ഇവിടെ കാക്കിയ സകലതും എൻ്റെ അധീനതയിലാണ്. ഇത് മുഴുവനും എനിക്കിന്ന് നൽകപ്പെട്ടിരിക്കുന്നു. അത് തിരികെ പിടിക്കേണ്ടതിനാണ് നീ വന്നത് എന്ന് എനിക്കറിയാം. പക്ഷേ അതിന് ഒരു യുദ്ധത്തിന് വരേണ്ട കാര്യമില്ല. ഒരു കാര്യം ചെയ്യാം, നീ എനിക്ക് കീഴടങ്ങ്, ഞാനിപ്പോൾ ഇത് തന്നേക്കാം. എൻ്റെ കയ്യിലായിരുന്ന വസ്തു എന്നെ പുറത്താക്കിയ ശേഷം ബലാത്കാരനെ നീ എടുത്തെങ്കിൽ എനിക്കെന്ത് കഴിയുമെന്ന് ഞാൻ തിരിച്ച് തെളിയിച്ചു. നീ കൊണ്ടുപോയത് മുഴുവനും എൻ്റെ കയ്യിൽ നിന്ന് എടുത്തത് ഞാൻ തിരിച്ചു പിടിച്ചു. ഇനിയും അടുത്തൊരു യുദ്ധത്തിന് തയ്യാറാകണ്ട, പകരം വീണ് എന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഇത് ഞാൻ അങ്ങ് തന്നേക്കാം. പണ്ട് എന്നെ ശപിച്ച് പുറത്താക്കിയ ശേഷം, മനുഷ്യനെയും ആട്ടി പുറത്താക്കിയ ശേഷം വീണ്ടെടുപ്പ് നടത്തുമെന്നൊക്കെ പറഞ്ഞല്ലോ. ആ വീണ്ടെടുപ്പിൻ്റെ കർമ്മത്തിൽ ക്രിസ്തുവിൻ ഹൃദയത്തിലുള്ളത് ചെയ്യണ്ട, ദൈവിക പദ്ധതികൾ നിവർത്തിക്കേണ്ട, ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ ഈസിയായി കാര്യം നടക്കും. എൻ്റെ മുമ്പിലേക്കൊന്ന് വീണെന്നെ ഒന്ന് നമസ്കരിക്കുക. അവിടെ വീണെന്നെ നമസ്കരിക്കുക എന്ന് പറയുന്നത് നെറ്റി, മൂക്ക്, താടി, നെഞ്ച്, വയറ്, കാലിൻ്റെ മുട്ട്, വിരൽ വരെ നിലത്ത് തൊടത്തക്കവണ്ണം സാഷ്ടാംഗ പ്രണാമം ചെയ്യുവാൻ എൻ്റെ മുമ്പിൽ നെടുമ്പാട് വീണ് എന്നെ ഒന്ന് നമസ്കരിക്കുക. ഒരുവൻ പിശാചിൻ്റെ മുമ്പിൽ മുഴുവനായി വീണെങ്കിൽ മാത്രമേ പിശാചവനെ അതുപോലെ അങ്ങ് അംഗീകരിക്കത്തുള്ളൂ. മറക്കരുത്, വീഴുന്നവൻ മുഴുവനായി വീണിരിക്കും. ഞാൻ സാധാരണ പറയാറുണ്ട്, ഒരു ദൈവ പൈതലിൽ ഒരു തെറ്റ് കണ്ടാൽ
2ലേക്ക് 3ലേക്ക് 4ലേക്ക് ഒടുവിൽ സകലതിലേക്കും അവൻ മാറിക്കൊണ്ടിരിക്കും. കാരണം സാത്താൻ്റെ ഡിമാൻഡ് ഇതാണ്: നമസ്കരിക്കുന്നെങ്കിൽ ചൊവ്വ എന്നെ നമസ്കരിക്കുക. ദൈവത്തെ നമസ്കരിക്കുന്നവരും അങ്ങനെയാ. നാം ആരാധിക്കുന്നെങ്കിൽ അല്പസ്വല്പം കൊണ്ട് തൃപ്തിപ്പെടരുത്, പൂർണ്ണമായി നമസ്കരിക്കുക. കർത്താവ് പറഞ്ഞു, പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ബലത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ ദൈവത്തെ നമസ്കരിക്കണം. ഇതാണ് എൻ്റെ തത്വം. സാത്താൻ പറഞ്ഞു, അങ്ങനെ എന്നെ ഒന്ന് നമസ്കരിക്ക്, സകലതും വിട്ടു തന്നേക്കാം. യേശു അവനോട് പറഞ്ഞു, സാത്താനെ, തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെയല്ല. നിന്നെ നമസ്കരിപ്പാൻ റൈറ്റ് ഇല്ല. ദൈവത്തെ മാത്രമേ നമസ്കരിക്കാവൂ. ആകാശവും ഭൂമിയും സമുദ്രവും അതിലുള്ളതൊക്കെയും സൃഷ്ടിച്ചവനാണ് ദൈവം. ആ ദൈവത്തെ മാത്രമേ നമസ്കരിക്കാവൂ. അതിൽ താഴെ ഒന്നിനെ നമസ്കരിക്കരുത്. തൽക്കാലം ഒരു കാര്യം ചെയ്, ഗെറ്റ് ബിഹൈൻഡ്. നീ എൻ്റെ പുറകിലേക്ക് മാറി നില്ല്, എന്നെ വിട്ടുപോയെന്നാണ് ഇവിടെ തർജ്ജമ ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, വ്യത്യസ്ത തർജ്ജമകളിൽ വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. അംഗീകരിക്കപ്പെട്ട ഒരു തർജ്ജമയാണ് ഞാനിവിടെ ഉദ്ധരിക്കുന്നത്. എൻ്റെ പിൻപിലേക്ക് മാറി നില്ല്, ഗെറ്റ് ബിഹൈൻഡ് മീ. കാരണം നിന്നെ മാറ്റി നിർത്തിയേച്ച് നിന്നെ തോൽപ്പിച്ച് ഇത് തിരികെ പിടിക്കുന്നതാണ് എൻ്റെ തീരുമാനം. ഞാൻ എപ്പോഴും സമയവും കാലവും സൂക്ഷിക്കുന്നവനാണ്. സമയവും കാലവും സൂക്ഷിക്കും. ഞാൻ കാലത്തിന് മുമ്പേ സമയത്തിന് മുന്നമേ ഒന്നും ചെയ്യത്തില്ല. നമുക്കറിയാം, തിരുവചനം പറയുന്നത് വിതയ്ക്കാൻ ഒരു കാലം, കൊയ്യാൻ ഒരു കാലം, മെതിക്കാൻ ഒരു കാലം, കൂട്ടിവെക്കാൻ ഒരു കാലം, കരയാൻ ഒരു കാലം, ചിരിക്കാൻ ഒരു കാലം. മറക്കരുത്, ജനിക്കാൻ ഒരു കാലം, മരിക്കാൻ ഒരു കാര്യം. അവിടെ ചേർത്തിട്ടില്ലാത്തത് തിരുവചനത്തിൽ നിന്ന് തന്നെ എടുത്ത് ഞാൻ ഒന്ന് ചേർത്ത് പറയാം. ന്യായവിധിയുടെ മുമ്പിൽ നിൽപ്പാനും ഉണ്ടൊരു കാലം. എല്ലാത്തിനും ഒരു കാലം തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ കാലം വിട്ടൊന്നും ചെയ്യത്തില്ല. എൻ്റെ സമയമാകുമ്പോൾ നിന്നെ ഞാൻ നെടുമ്പാട് വീഴിക്കും. നിന്നെ വീഴിച്ച ശേഷം നിൻ്റെ കയ്യിലുള്ളത് അന്തിമമായി പിടിച്ചെടുക്കും. അതുവരെ താൽക്കാലികമായി മാറി നില്ല്, ഗെറ്റ് ബിഹൈൻഡ്, നീ പുറകോട്ട് മാറും. അങ്ങനെ സാത്താനെ പുറകോട്ട് മാറ്റി നിർത്തിയ ശേഷം യേശു താഴ്വരയിലേക്ക് ഇറങ്ങി. ഇതൊരു മലമുകളിലാണ് നടന്നത്. യേശു താഴ്വരയിലേക്ക് ഇറങ്ങി. താൻ വന്ന് കപ്പർന്നഹൂമിലെ ദേവാലയത്തിൽ തൻ്റെ മാനിഫെസ്റ്റോ വായിച്ചു കേൾപ്പിച്ചു. യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്ന്, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ഞാൻ എന്തൊക്കെ ചെയ്യും? ഞാൻ ബദ്ധന്മാരെ വിടുവിച്ചയക്കും, ഞാൻ കാരാഗ്രഹങ്ങളെ പൊളിക്കും, ഞാൻ കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കും, ഞാൻ ചെകിടന്മാർക്ക് കേൾവി കൊടുക്കും എന്നിങ്ങനെ തന്നെക്കുറിച്ച് പഴയ നിയമത്തിൽ തന്നെ പ്രവാചകന്മാരാൽ എഴുതി വച്ചിരുന്ന ഭാഗങ്ങളിൽ നിന്ന് പ്രസക്തമായ ചിലത് യേശു അവിടെ വായിക്കുകയും പുസ്തകം മടക്കി സൂക്ഷിപ്പുകാരൻ്റെ കയ്യിൽ കൊടുത്തിട്ട് തൻ്റെ ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. സകല അധികാരവും തങ്ങൾ ഭരമേൽപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞതിനൊത്തവണ്ണം യേശു സകല അധികാരങ്ങളും ചെയ്ത് കാണിച്ചു. താൻ പ്രകൃതിയുടെ മേൽ അധികാരം നടത്തി. കാറ്റിനെ ശാസിച്ചു, കടലിനെ ശാസിച്ചു, പച്ചവെള്ളത്തിൻ്റെ മേൽ നടന്നു. താൻ പ്രകൃതിയിൽ രൂപാന്തരങ്ങൾ വരുത്തി, പച്ചവെള്ളത്തെ വീഞ്ഞാക്കി രൂപീകരിച്ചു. സൃഷ്ടാവ് താനാണെന്നും തനിക്ക് സൃഷ്ടിയുടെ മേൽ അധികാരമുണ്ടെന്നും ഒരു പ്രാവശ്യം കൂടെ തെളിയിച്ചു. ഇതൊക്കെ ഇതിനു മുമ്പേ തെളിയിച്ചിട്ടുണ്ട്. സൂര്യനെയും ചന്ദ്രനെയും പറഞ്ഞു നിർത്തുവാൻ യോശുവായിക്ക് പണ്ടൊരിക്കൽ അധികാരം കൊടുത്തവനായ ദൈവം, ടെമ്പററിയായി മനുഷ്യനെ ചിലത് ഭരമേൽപ്പിച്ചിരുന്ന ദൈവം, ഞാനാണ് ഇതിൻ്റെ അധികാരി, സകല അധികാരവും എനിക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് തെളിയിക്കേണ്ടതിനു വേണ്ടി സൃഷ്ടിയിൽ രൂപാന്തരം വരുത്തി. ചെകിടൻ്റെ ചെവി തുറന്നു കൊടുത്തു. ജന്മനാൽ സൃഷ്ടിയിലില്ലാഞ്ഞ കണ്ണ് പിന്നത്തേതിൽ സൃഷ്ടിച്ച് ഫിറ്റ് ചെയ്തു. ഒരിക്കൽ ലാസറിൻ്റെ കല്ലറയ്ക്കൽ ചെന്ന് അതിനെ ചുരുക്കി വേഗത്തിൽ പോവുക വലിയ ചരിത്രത്തിലൂടെ. എന്നിട്ട് ഇന്നത്തേക്ക് ആവശ്യമുള്ള ചിലത് ഇതിനകത്തുനിന്ന് ദൈവാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കും. അത് ചിലർക്ക് കിട്ടിക്കൊണ്ടും ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ലാസറിൻ്റെ കല്ലറയ്ക്കലേക്ക് ഒരു ദിവസം ചെന്ന് നിന്നേച്ച് അവിടെ കൂടിയിരുന്ന യഹൂദന്മാരോട് പറഞ്ഞു, കല്ലറയുടെ മുമ്പിൽ നിന്ന് കല്ലുരുട്ട്. അവർ കല്ലുരുട്ടി കഴിഞ്ഞപ്പോൾ തമ്പുരാൻ ഒരു വിളി വിളിച്ചു, ലാസറേ പുറത്തു വരിക. മരിച്ചവൻ പുറത്തു വന്നു. തുടർന്ന് യേശു എല്ലാ മണ്ഡലങ്ങളിലും അത്ഭുതങ്ങൾ ചെയ്തു. ഒടുവിൽ പാപത്തിൻ്റെ പരിഹാരമായി സ്വയം ഏൽപ്പിക്കപ്പെടേണ്ടതിന് താൻ പഠിപ്പിച്ചെടുത്ത ശിഷ്യന്മാരോട് തൻ്റെ മാതൃക പിൻപറ്റുവാൻ ആവശ്യപ്പെട്ടു. തൻ്റെ മാതൃകയിൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ എന്ന 3 ഘടകങ്ങളും ഉപരിയായി തിരുവചനത്തെ അതിൻ്റെ ആധികാരികതയിൽ പഠിപ്പിക്കുന്നതും അതോട് ചേർന്ന് ഭൂതങ്ങളുടെ മേൽ അധികാരം പുലർത്തുന്നതും പ്രകൃതിയുടെ മേൽ അധികാരം പുലർത്തുന്നതും എല്ലാം കൂടെ ചേർത്ത് അങ്ങ് ചെയ്തും പറഞ്ഞും കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ പിശാചിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുക്കേണ്ടതിന് വില മുടക്കും. പക്ഷേ നിങ്ങളിത് എക്സസൈസ് ചെയ്യണം. നിങ്ങളിത് എക്സസൈസ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കണമെന്നറിയാമോ? ഉയരത്തിൽ നിന്ന് ആത്മാവ് നിങ്ങളുടെ മേൽ വന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്കിത് എക്സസൈസ് ചെയ്യാൻ ഒക്കത്തുള്ളൂ. ഞാനിപ്പോൾ ചെയ്യേണ്ട ഒരു ഭാഗം നിങ്ങളിൽ പൂർത്തീകരിക്കുക. ഇൻസ്ട്രക്ഷൻസ് ഞാൻ നിങ്ങൾക്ക് തരികയാണ്. നമ്മുടെ ലക്ഷ്യം എന്താണ്? നിങ്ങളെ എന്നോട് ചേർക്കുക. നാം ഒരുമിച്ച് നിന്നുകൊണ്ട് നഷ്ടപ്പെട്ട മനുഷ്യവർഗത്തെ തിരിച്ചെടുക്കുക. അതാണ് നമ്മുടെ ലക്ഷ്യം.
താൽക്കാലിക വിമോചനങ്ങൾ മുതൽ നിത്യവിമോചനം വരെ ജനത്തിന് കൊടുക്കുകയാണ് നമ്മുടെ മിഷൻ. അതിനുവേണ്ടിയാണ് ഞാൻ ഇറങ്ങി വന്നത്. പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ സാദൃശ്യത്തിലും എൻ്റെ സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ സാത്താന് വേണ്ടി അധികാരങ്ങൾ കൈമാറിയതുപോലെ സാത്താനെ മുട്ടുകുത്തിച്ച ശേഷം, അല്ല നെടുമ്പാട് തള്ളിയിട്ടേച്ച്, ഐ എം സോറി, ഞാൻ പലപ്പോഴും പറഞ്ഞിരുന്ന പദമാണ് മുട്ടുകുത്തിച്ചെന്ന്. ഇപ്പം എനിക്ക് പരിശുദ്ധാത്മാവ് തന്നെ എനിക്കൊരു ബോധം തരുന്നു, അങ്ങനെയല്ല, അവനെ നെടുമ്പാട് വീഴിച്ചേച്ച്. കാര്യം ഇവനെ പലപ്പോഴും മുട്ടുകുത്തിച്ചപ്പോഴാണ് ഇവൻ തിരിച്ചെഴുന്നേറ്റ് വന്നത്. നോ, സഭ ഇന്നത് ചെയ്യേണ്ടത് അതല്ല, അവനെ നെടുമ്പാടിടുക. അവനതല്ല ഡിമാൻഡ് ചെയ്തത്, വീണ് എന്നെ നമസ്കരിക്കുക. ആകയാൽ സഭയായി ആഗോള വ്യാപകമായ ബെഥലൈറ്റ്സ് വിശ്വസിക്കുന്നവർക്ക് ഒരുമിച്ച് പറയാം, ഞങ്ങൾ നിന്നെ മുട്ടുകുത്തിക്കുകയല്ല. പണ്ട് ഞാൻ തന്നെ പറഞ്ഞ വാചകം അത്. സോറി ഫോർ ദാറ്റ്. നിന്നെ നെടുമ്പാട് തള്ളിയിട്ടേച്ച് താൽക്കാലികമായി പിടിക്കേണ്ടതിനെ താൽക്കാലികമായും നിത്യമായി പിടിക്കേണ്ടതിനെ നിത്യമായി തിരികെ പിടിക്കുകയാണ് യേശുവിന്റെ മിഷൻ. ഞങ്ങൾ അതിന്റെ ഭാഗവാക്കുകളാ. ആമേൻ. ഞാൻ ആ പദത്തെ ഓർത്ത് ഇന്ന് ദുഃഖിക്കുന്നു. കാര്യം മുട്ടുകുത്തിക്കുക എന്ന പദമാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത്. ഓൾറൈറ്റ്, പൗലോസ് പറഞ്ഞല്ലോ, വീണെടുത്ത് കിടന്ന് ഉരുളുകയായിരിക്കാം. ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ ചിന്തിച്ചു, പുരുഷനായ ശേഷം ചിന്ത മാറി. തമ്പുരാൻ തരുന്ന ദർശനങ്ങൾക്കും വെളിപ്പാടുകൾക്കും വചന വെളിപ്പാടുകൾക്കുമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സാത്താനെ, നീ എൻ്റെ കർത്താവിനോട് പറഞ്ഞത് നെടുമ്പാട് നിന്റെ മുമ്പിൽ വീഴാൻ, ആകയാൽ നിന്നെ നെടുമ്പാട് തള്ളിയിട്ടേച്ച്. ഓർക്കുന്നുണ്ടല്ലോ, പണ്ടൊക്കെ ദൈവത്തിന്റെ പെട്ടകം ചെന്ന് കയറിയ ഇടത്ത് ഫെലിസ്ത്യന്റെ ആലയങ്ങളിൽ നടന്നതൊക്കെ ചിലതൊക്കെ നെടുമ്പാട് വീണാലുണ്ടല്ലോ കയ്യും തലയും തെറിച്ചു പോകുന്നത് പോലെ ചില വീഴ്ചകൾ ഈ ദിവസങ്ങളിൽ നടക്കണം. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ നാമത്തിൽ സഭകൾക്ക് വിരോധമായി നിൽക്കുന്ന, രാജ്യത്തിന് വിരോധമായി നിൽക്കുന്ന ചില ശക്തികൾ നെടുമ്പാട് വീണാൽ അതിന്റെ തല കാണുകയില്ല, അതിന്റെ പ്രവർത്തിക്കാൻ കഴിയാതെ വണ്ണം അതിന്റെ കൈ കാണുകയില്ല. പ്രൈസ് ദി ലോർഡ്. അത് പ്രവർത്തിക്കുന്ന ദൂതന്മാർ ഇന്ന് മുതൽ ദൈവസഭയുടെ മുമ്പിൽ ഇറങ്ങുവാൻ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ആവശ്യപ്പെടുകയാണ്. ചില കുടുംബങ്ങളെ തകർക്കുന്ന, കുഞ്ഞുങ്ങളെ നശിപ്പിക്കുന്ന, നന്മകളെ ഇല്ലാതെയാക്കുന്ന ശക്തികളെ നെടുമ്പാട് വീഴുവാൻ, തകർന്നു മാറുവാൻ, തലതെറിക്കുവാൻ, നിന്റെ കൈകൾ തെറിപ്പിക്കുവാൻ ശക്തനായവൻ ഞങ്ങളോട് കൂടെ. അതായിരുന്നു ദൈവിക ലക്ഷ്യം. ഈ ലക്ഷ്യത്തിന് വേണ്ടി ഒടുവിൽ താൻ ഒരു വില മുടക്കി. തന്റെ രക്തം, പാപമില്ലാത്ത രക്തം മാനവവർഗത്തിനു വേണ്ടി ഊറ്റി. ഒടുവിലത്തെ രക്തവും ഊറ്റിയ ശേഷം വിജയം കൈവരിച്ചവനായ യേശു ക്രൂശിൽ വെച്ച് സാത്താനെ കൊണ്ട് ആയുധം താഴെ വെപ്പിച്ചവൻ. ഹല്ലേലൂയ. കല്ലറകളുടെ ഉള്ളിൽ അടയ്ക്കപ്പെട്ടു. തന്റെ ശരീരം അരിമത്തിയിലെ യോസേപ്പിന്റെ കല്ലറയിലേക്ക് മാറി. ക്രൂശിക്കപ്പെട്ട യേശുവിന്റെ ശരീരം അരിമത്തിയിലെ യോസേപ്പിന്റെ കല്ലറയിൽ അടക്കം ചെയ്തു കൊള്ളുവാൻ അനുമതി ലഭിക്കുകയും ജോസഫിന്റെ കല്ലറയ്ക്കകത്ത് അടക്കുകയും ചെയ്തു. ഈ ശരീരം, യേശുവിന്റെ ശരീരം അരിമത്തിയിലെ യോസേപ്പിന്റെ കല്ലറയിൽ 3 ദിവസം ഇരുന്നു. ഈ സമയത്ത് യേശു തന്റെ ആത്മാവിൽ അധോലോകത്തേക്ക് ഇറങ്ങി. യേശുവിന് വിശ്രമം എന്ന് പറയുന്ന ഒന്നില്ല. ചത്താലെങ്കിലും നമ്മളൊക്കെ വിശ്രമം പ്രതീക്ഷിക്കുന്നുണ്ട്. യേശുവിന് അവിടെയും ഇല്ലായിരുന്നു. എന്നാ കഴിവായിരുന്നല്ലേ കർത്താവേ, ആ കഴിവ് എനിക്കൂടെ തന്നേ കൊള്ളായിരുന്നു. ഞാൻ ചത്തിട്ടൊന്നും ചെയ്യണമെന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. അന്ന് ദൈവം എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന വിധി മരിച്ചു കിടക്കുമ്പോൾ വിശ്രമിക്കുക എന്ന് തന്നെയാണ്. ചിലർ പറയാറുണ്ട്, എൻ്റെ അപ്പൻ വന്നിരുന്നു, അപ്പൂപ്പൻ വന്നിരുന്നു, അമ്മൂമ്മ വന്നിരുന്നു, ചുമ്മാതാ കുഞ്ഞെ, ആ പുള്ളി ഒന്നിച്ചെകുത്താനോടുകൂടെ അല്ലെങ്കിൽ ദൈവത്തോടുകൂടെ വിശ്രമിക്കുകയാണ്. വരത്തില്ല. നിന്റെ കൂട്ടാളിയായി ചെകുത്താനാണ് നിന്നെ ഇട്ട് ശല്യപ്പെടുത്തുന്നത്. അത്യാവശ്യമാണെന്ന് എന്നെ പറഞ്ഞു വിടുകയും ചെയ്യാം. ഞാൻ അവിടെ കൊണ്ടത് നിർത്തട്ടെ. യേശു വിശ്രമിക്കാതെ വണ്ണം അധോലോകത്തേക്ക് ഇറങ്ങി അവിടെയും തൻ്റെ സുവിശേഷ പ്രചരണം നടത്തി. എന്നിട്ട് 3-ാം നാൾ തിരികെ ഉയർക്കുവാനായി അടുത്തു വന്നു. പണ്ട് ലാസറിന്റെ കല്ലറയ്ക്കൽ വെച്ച് അരികെ നിന്ന് യഹൂദന്മാരോട് കല്ലുരുട്ടാൻ ആവശ്യപ്പെട്ടേച്ച് ലാസറിനെ തിരികെ വിളിച്ചു. തൻ്റെ പുത്രൻ്റെ ഉയർപ്പിൽ അടുത്ത് നിൽക്കുന്ന യഹൂദന്മാർക്ക് കല്ലുരുട്ടാൻ കഴിയാതെ അതിൻ്റെ മേലൊരു മുദ്രയുണ്ടെന്ന് അറിയാമായിരുന്നതിനാൽ ഞാൻ ആശയം ഒന്നുകൂടെ പറയാം. ഉരുട്ടി മാറ്റുവാൻ കഴിയുന്ന കല്ലായിരുന്നു ലാസറിന്റെ കല്ലറയുടെ മുമ്പിൽ. യേശു യഹൂദന്മാരോട് പറഞ്ഞു കല്ലുരുട്ട്. പക്ഷേ ഇത് പ്രതീക്ഷിച്ച പിശാച് ഒരു സാധാരണക്കാരൻ ഉരുട്ടി മാറ്റാൻ കഴിയാത്ത സീലുള്ള കല്ല് യേശുവിൻ്റെ കല്ലറയ്ക്കൽ വെച്ചു. തമ്പുരാൻ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ മാനുഷിക കരങ്ങളിൽ ആശ്രയിക്കുന്നില്ല. ദൂതനെ ഇറങ്ങി കല്ലുരുട്ട്, ദൂതനെ ഇറങ്ങി കല്ലുരുട്ട്. ഇന്ന് പകൽ നിങ്ങളെ കൊണ്ട് ഒക്കാത്തത് ദൂതന്മാരെ കൊണ്ട് ചെയ്യിക്കുവാൻ ഏഞ്ചലിക് ഇൻവെൻഷൻസ്. പ്രൈസ് ദി ലോർഡ്. ഇതിനകത്തെ ആശയങ്ങൾ പിടിച്ചോ. ചിലതെല്ലാം ഈ ദിവസങ്ങളിൽ നടക്കേണ്ടതിനാ.
എന്നെ കൊണ്ട് ഉരുട്ടിക്കുവാൻ കഴിയുന്നത് എന്നെ കൊണ്ട് ഉരുട്ടിച്ചേച്ച് എന്നെ കൊണ്ട് ഉരുട്ടുവാൻ കഴിയാത്തതിന് ദൂതനെ അയച്ചുകൊണ്ട് ക്രിയ ചെയ്യുന്ന ദൈവം. ഹല്ലേലൂയ. മാനുഷിക നിയമങ്ങളിൽ മുദ്രയ്ക്കുള്ളിൽ കുടുങ്ങിയവരെ വരുന്നു ദൂതൻ. ഹല്ലേലൂയ. ഇതിന്റെ മേൽ അധികാരമുള്ള ദൂതൻ. ദൈവത്തിന്റെ ദൂതന്മാർക്ക് എവിടൊക്കെ അധികാരമെന്നറിയാമോ? ആകാശത്തെ 4 കാറ്റിനെ പിടിച്ചു നിർത്തുന്ന ദൂതന്മാരുണ്ട്. ഉഗ്രപിശാചിനെ പിടിച്ച് ചങ്ങലയിടുന്ന ദൂതന്മാരുണ്ട്. അന്ധകാര പ്രഭുവിനെ മിണ്ടവാക്കുന്ന ദൂതന്മാരുണ്ട്. ഇന്ന് പകൽ കല്ലറയ്ക്കൽ നിന്ന് കല്ലുരുട്ടുന്ന ദൂതന്മാരുണ്ട്. ഇന്ന് പകൽ മുദ്രകളെ പൊളിക്കുന്ന ദൂതന്മാരുണ്ട്. നിയമങ്ങളെ തിരുത്തുന്ന ദൂതനുണ്ട്. Praise the Lord. മുദ്ര വയ്ക്കപ്പെട്ട പേപ്പേഴ്സ്, മുദ്ര വയ്ക്കപ്പെട്ട ബിസിനസ്സുകൾ, മുദ്ര വയ്ക്കപ്പെട്ട വിദ്യാഭ്യാസ മണ്ഡലം, മുദ്ര വെച്ചുപോയതായ ഉദരങ്ങൾ യേശുവിന്റെ നാമത്തിൽ തുറന്നു വരുവാൻ ആവശ്യപ്പെടുകയാ. മുദ്ര വെച്ചുപോയ മരണവിധികൾ യേശുവിന്റെ നാമത്തിൽ പൊട്ടിമാറാം. ഇത് മനുഷ്യനെ കൊണ്ട് കഴിയുകയില്ല. പക്ഷെ തനിക്ക് ദൂതന്മാരുണ്ട്. ലാസറിന്റെ കല്ലറയ്ക്കൽ മനുഷ്യനെ കൊണ്ട് കഴിഞ്ഞു, അത് അവരെ കൊണ്ട് ഉരുട്ടിച്ചു. ഇന്ന് പകൽ മനുഷ്യൻ ഉരുട്ടാവുന്നത് മനുഷ്യന് കൽപ്പന കൊടുത്ത് അവരെ കൊണ്ട് ഉരുട്ടിക്കുന്ന ദൈവം. ഹല്ലേലൂയ. കോടതികളുടെ മുമ്പില്, നിയമങ്ങളുടെ മുമ്പില് മനുഷ്യൻ ഉരുട്ടാവുന്നതിനെ മനുഷ്യനെ കൊണ്ട് ഉരുട്ടിപ്പിക്കുക. ആശുപത്രികളില്, വെന്റിലേറ്ററുകളില് മനുഷ്യൻ ഉരുട്ടാൻ വയ്യാത്തതിനെ ദൂതനെ കൊണ്ട് ഉരുട്ടിക്കുക. Praise the Lord. ഹല്ലേലൂയ. 4000 വർഷങ്ങളുടെ പ്രിപ്പറേഷന് ശേഷമാണ് കല്ലറയുടെ സീല് പൊട്ടിക്കുന്നത്. കല്ലറയുടെ മുമ്പിൽ നിന്നും കല്ലെടുത്ത് മാറ്റുന്നത്. യേശു വെളിയിൽ വന്നു. യേശു ഉയർത്തുന്ന വർത്തമാനം നാട്ടിലൊക്കെ പാട്ടായി. ആ സമയത്ത് നടന്ന ചില കാര്യങ്ങളാണ് നമ്മൾ മത്തായിയുടെ സുവിശേഷം 28:11 മുതലുള്ള ചില വാക്യങ്ങളിൽ വായിച്ചത്. അവിടെ പടയാളികൾ അവരുടെ പണി നോക്കുക. നടന്ന സംഭവങ്ങൾ, അതായത് സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി കല്ലുരുട്ടി മാറ്റി, മരിച്ചവൻ ഉയർത്തു, വെളിയിൽ വന്നു, തേജസ്കരിക്കപ്പെട്ട യേശു മറിയയ്ക്ക് വെളിപ്പെട്ടു എന്നീ കാര്യങ്ങൾ പടയാളികൾ കണ്ടതാ. മരിച്ചു വീണെന്നല്ല അവരെക്കുറിച്ച് എഴുതിയിരിക്കുന്ന, മരിച്ചവരെ പോലെ വീണെന്ന. ആ കിടന്ന കിടപ്പിൽ അവർ ചിലതെല്ലാം കണ്ടു. ആത്മവിവശതയിൽ അവർ ചിലതെല്ലാം ശ്രദ്ധിച്ചു. അവരെഴുന്നേറ്റു, നേരെ മഹാപുരോഹിതന്മാരുടെ അടുക്കൽ ചെന്നു. കാര്യം അവരുമായിട്ടാണ് ഇവന്മാർക്ക് കാര്യം. കല്ലറ ഉറപ്പാക്കിയത് അവരാ. അവരുടെ അപേക്ഷയിലാണ് കാവൽ, അവരുടെ അപേക്ഷയിലാണ് തെണ്ടതിന് സീൽ ചെയ്തത്. എല്ലാം നിന്റെ അപേക്ഷ പ്രകാരം പീലാത്തോസ് ചെയ്ത സകലതും പൊട്ടിച്ചുകൊണ്ട് യേശു പുറത്തു വന്നു എന്ന യാഥാർത്ഥ്യം മഹാപുരോഹിതന്മാരുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു. മഹാപുരോഹിതന്മാരൊരു പണി ചെയ്തു. ഞാൻ ഇനി ജനത്തെ പലതായിട്ട് തിരിക്കാൻ പോവാം. മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും, നമ്മൾ അവിടെ വായിച്ചത്, പുത്തൻ കഥകൾ സൃഷ്ടിക്കാൻ തുടങ്ങി. ദൈവവൈതലേ, നിങ്ങളിൽ നടന്ന രൂപാന്തരത്തെക്കുറിച്ച് നാട്ടുകാരനെ പറഞ്ഞു കളിപ്പിക്കുവാൻ കഥ നിർമ്മിക്കുന്ന നേതാക്കൾ ഇന്നും നിർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോൾ, എഴുത്തുകാർ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ, പരദൂഷകന്മാർ പറഞ്ഞു പരത്തുമ്പോൾ ഇതുകൊണ്ട് തീരുന്നതല്ല ക്രിസ്ത്യാനിത്വം. സമുദായ നേതാക്കന്മാർ, ദൈവമില്ലാത്ത പാഴ്മതങ്ങളിലെ ദുഷിച്ചുപോയ നേതാക്കൾ, മഹാപുരോഹിതന്മാർ മൂപ്പന്മാരെ വിളിച്ചുകൂട്ടി കഥ നിർമ്മിക്കാൻ തുടങ്ങി. എന്താ കഥ? ഞങ്ങൾ ഉറങ്ങുമ്പോൾ, ഞങ്ങൾ കൃത്യവിലോപനം വരുത്തി കിടന്നുറങ്ങുമ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർ വന്ന് അവൻ്റെ ശവം മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് നിങ്ങൾ പറഞ്ഞു പരത്തണം. ഞങ്ങളൊരു കളക്ഷൻ എടുക്കാം, നിങ്ങൾക്ക് കാശ് തരാം. നേതാക്കന്മാർ കഥ പറഞ്ഞും കാശ് പിരിച്ചും ദൈവത്തിൻ്റെ സത്യത്തെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അന്നും ഇന്നും. മറക്കല്ല്. 2, പടയാളികൾ ഒരു കാര്യം ചെയ്തു. ഈ കൈക്ക് 4 കാശുണ്ടാക്കാനൊക്കത്തുള്ളൂ, ഒക്കുന്ന കാശ് പിരിക്കാമടാ. അവർ കാശ് വാങ്ങിച്ചു. അവരിറങ്ങി കള്ളക്കഥകൾ പറയുവാൻ തുടങ്ങി. യഹൂദന്മാർ എന്ത് ചെയ്തു എന്നാണ് എഴുതിയിരിക്കുന്നത്? യഹൂദന്മാരുടെ ഇടയിൽ ഈ കഥ ഇന്നുവരെയും പരക്കെ കേൾക്കുന്നു. അവർ പറഞ്ഞു, എടാ യേശു ഉയർത്തത് തന്നെയാണ്, പക്ഷെ നമുക്കത് പറയാൻ പറ്റത്തില്ല, പറഞ്ഞാൽ നമുക്ക് നിലനിൽപ്പില്ല. നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി സത്യം അറിയാമെങ്കിലും സത്യത്തിൽ നിന്ന് തിരിച്ചു പറ. ഇന്ന് അനേക ആയിരങ്ങൾ, 10,000 പാഴ്മതങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞുണ്ടാക്കിയ പലതും കള്ളമെന്നറിയാമായിട്ടും പരസ്യമായി പ്രഖ്യാപിക്കുവാൻ കഴിയാതെ ഭയന്ന് കഴിയുന്ന ഒരു കാലം. പടയാളികൾ കാശുണ്ടാക്കാൻ നോക്കുന്നു, മഹാപുരോഹിതന്മാരും നേതാക്കന്മാരും കഥ പറഞ്ഞുണ്ടാക്കുന്നു, പണം പിരിക്കാൻ ശ്രമിക്കുന്നു, കൊടുത്ത് ഒതുക്കാനായി ശ്രമിക്കുന്നു. പക്ഷേ ആ സമയത്താണ് 11ാമത്തെ വാക്യം, യേശുവിൻ്റെ കൽപ്പന കേട്ട 11 ശിഷ്യന്മാർ അവൻ കൽപ്പിച്ച മലയ്ക്ക് പുറപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. മഹാപുരോഹിതന്മാർ, അറിയപ്പെട്ടവർ,
കഥയുണ്ടാക്കുമ്പോൾ, സാധാരണ ജനം അറിയാമെങ്കിലും അംഗീകരിക്കാൻ കഴിയാതെ കറങ്ങുമ്പോൾ, ഇതിൻ്റെ നടുവിൽ മുതലെടുക്കുന്നവർ പടയാളികൾ കള്ളക്കഥയുമായി പുറത്തിറങ്ങി പണം പിരിക്കുമ്പോൾ, ക്രിസ്തു വിളിച്ച ശിഷ്യന്മാരെ അതിൽ 12 വിളിച്ചെങ്കിലും 11 ശേഷിച്ചു. ശേഷിച്ച 11 പേരെ യേശു കൽപ്പിച്ച മലയ്ക്ക് വാ. പ്രൈസ് ദി ലോർഡ്. യേശു കൽപ്പിച്ച മലയ്ക്ക് വാ. അവിടെ ഒരു അധികാരത്തിന്റെ കൈമാറ്റം നടക്കും. എൻ്റെ മേൽ സകല അധികാരവും പകർന്നിരിക്കുന്നു. എന്തോ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയ ഒരു മെസ്സേജാണ് ഈ ഞായറാഴ്ച ഇവിടെ ഉയരുന്നത്. 2015 ഒന്നാമത്തെ ഞായറാഴ്ച ഞാൻ കേരളത്തിൽ ഒരു മീറ്റിങ്ങിന് ചെല്ലാമെന്ന് സമ്മതിച്ചിരുന്നു. ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗ് ആയിരുന്നു. ഞാൻ അതിന് പോയി. ആൾക്കൂട്ടമുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, ഒരു ആത്മനിയോഗമുള്ളായിരുന്നു. ഞാൻ അതിനു വേണ്ടി പോയി. 2ാമത്തെ ഞായറാഴ്ചയായത്. പക്ഷെ ബഥേലിൽ ഞാൻ എടുക്കുന്ന 1ാമത്തെ ഞായറാഴ്ചയുടെ മെസ്സേജായത്. ഇന്ന് പകൽക്കാലം ഇതൊന്ന് ഏറ്റെടുത്തു. ഒരു കൂട്ടർ കഥ പറഞ്ഞുണ്ടാക്കട്ടെ, വേറൊരു കൂട്ടർ അറിയാമെങ്കിലും സത്യം പറയാൻ കഴിവില്ലാതെ കറങ്ങട്ടെ. കാശുണ്ടാക്കുന്നവൻ കാശുണ്ടാക്കട്ടെ, പണം പിരിച്ചു കൊടുക്കുന്നവൻ പിരിച്ചു കൊടുക്കട്ടെ. യേശുവിന്റെ വിളിയുള്ള ചിലരുണ്ടോ? പോയ യൂദ അതുവഴി പോയി, അതുകൊണ്ട് പ്രശ്നം തീർന്നില്ല. യേശുവിന്റെ പോയ യൂദ അതുവഴി പോയി, അവൻ അതുവഴി പോകട്ടെ. ഹല്ലേലൂയ. 11 പേർ യേശു കൽപ്പിച്ച മലയ്ക്ക് പോയി. എന്തിനു വേണ്ടി? സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് ലഭിച്ചിരിക്കുന്നു, ആകയാൽ വരിക എന്ന് പറഞ്ഞ് അധികാരത്തിന്റെ കൈമാറ്റത്തിന് വേണ്ടി, ഇമ്പാർട്ടേഷന് വേണ്ടി യേശുവിന് ചിലരെ വേണമായിരുന്നു. ആ 11 പേർ യേശു കൽപ്പിച്ച മലയിലേക്ക് പോയി. അതാ നമ്മൾ വായിച്ച വേദഭാഗം. അവിടെ വെച്ച് യേശു ആ 11 പേരെ തന്റെ അന്തിമ കൽപ്പന ഏൽപ്പിച്ചു. 18ാമത്തെ വാക്യം ഒന്നുകൂടെ വായിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28:18. എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. അറിയാൻ വയ്യാത്തവരുണ്ട്, നാണക്കേടാണ്, ആരോടും പറയല്ലോ, ഉടനെ അത് കാണാതെ പഠിക്കണം. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. യേശുവിന്റെ സ്റ്റേറ്റ്മെന്റാ. വായിച്ചു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. യേശു പറഞ്ഞു, നിങ്ങൾ പുറപ്പെട. കാര്യം അധികാരം എങ്കിലുണ്ട്. ഞാൻ അധികാരം നിങ്ങൾക്ക് കൈമാറാൻ പോകുകയാ. നിങ്ങൾ പുറപ്പെട, ലോകത്തിന്റെ അറ്റത്തോളം പോ. നിങ്ങൾ പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്ക്. വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചുകൊള്ളുക. വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു കൊള്ളുക. തീർന്നില്ല, ഞാൻ കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം. അതിനെ അങ്ങനെ പറഞ്ഞേ, മോനെ, എൻ്റെ സാദൃശ്യത്തിലും എൻ്റെ സ്വരൂപത്തിലും ഇരിക്കേണ്ടതിന്, എൻ്റെ ജീവശ്വാസം കൊണ്ട് നടക്കേണ്ടതിന് ഞാൻ സൃഷ്ടിച്ച മനുഷ്യനിൽ എൻ്റെ സാദൃശ്യത്തിൽ നിന്ന് മാറ്റുവാൻ, എൻ്റെ സ്വരൂപത്തിൽ നിന്ന് മാറ്റുവാൻ, എൻ്റെ ജീവനിൽ നിന്ന് മാറ്റുവാൻ വേറൊരു ശക്തി വ്യാപരിക്കുന്നുണ്ട്. ആ ശക്തിയെ എതിർക്കണമെങ്കിൽ ഞാൻ കൽപ്പിച്ചതിൽ കുറെ കാര്യം പറഞ്ഞാൽ ആകത്തില്ല. ഞാൻ കൽപ്പിച്ചത് സകലതും ഉപദേശിക്കുക. ഇതൊന്ന് മനസ്സിലാകുന്നുണ്ടോ? ദൈവസഭയിൽ സാത്താൻ ഇന്ന് കയറിക്കൂടി കാണിച്ചു വെച്ചതിൽ ഒന്ന്, ദൈവിക സാദൃശ്യത്തിൽ നിന്നും സ്വരൂപത്തിൽ നിന്നും മനുഷ്യനെ എടുത്തു മാറ്റേണ്ടതിന്, അവൻ്റെ തന്നിഷ്ടത്തിന് വേണ്ടി സ്വയം ഏൽപ്പിച്ചു കൊടുക്കേണ്ടതിനാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ സാത്താൻ്റെ ബൈബിളിൽ നിന്നൊരു ഭാഗം ഞാൻ എടുത്തു പറഞ്ഞു. ആരും അനുസരിക്കാനല്ല, അനുസരിക്കരുതെന്ന് പറയാനാണ്. നമ്മുടെ ശത്രുവിൻ്റെ ആശയം എന്നാന്ന് അറിഞ്ഞെങ്കിലല്ലേ നമുക്കതിനെ എതിർക്കാനൊക്കത്തുള്ളൂ. അതും ഇരിക്കട്ടടോ കുറെ, ഇതും ഇരിക്കട്ടടോ കുറെ, എനിക്ക് അറിവില്ലാരെന്ന് പറഞ്ഞ് രക്ഷപ്പെടാനൊന്നും പറ്റത്തില്ല. അതൊന്ന് എതിർത്ത് നിൽക്കാൻ വേണ്ടിയാ അവനുള്ള ഒരു ചിന്താഗതി. സാത്താൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമാണത്തിൽ 2ാമത്തേത്. 1ാമത്തെ പ്രമാണം തിരുവചനത്തോട് എതിർക്കുകയാണ്, ബൈബിളിലെ പ്രമാണങ്ങളെ വേണ്ടെന്ന് വെക്കുകയാണ് സാത്താൻ്റെ ബൈബിളിലെ 1ാമത്തെ തത്വം. 2ാമത്തേത് മെയ്ക്ക് എ പേഴ്സൺ ഹെഗ്നോസ്റ്റിക്. ഹെഗ്നോസ്റ്റിക് എന്ന പദത്തിൻ്റെ അർത്ഥം കഴിഞ്ഞ ദിവസം എൻ്റെ എഴുതി കിട്ടിയത്, അതുകൊണ്ട് ഞാൻ പണ്ടൊന്നും പറയാൻ പറ്റിയിട്ടില്ല. സാത്താൻ്റെ ബൈബിളിൽ നിന്നാണ് ഞാൻ ഈ പറയുന്നത്. എൻ്റെ ദൈവത്തിൻ്റെ ബൈബിളിന് വിരോധമാണതെന്ന് പറയാൻ വേണ്ടിയാണ് ഞാനിന്ന് പൊക്കിക്കൊണ്ടുവരുന്നത്. സാത്താൻ്റെ ബൈബിളിലെ 2ാമത്തെ പ്രധാന ആശയം ബി ഹെഗ്നോസ്റ്റിക്. ഹെഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നിടം ജയിക്കണമെന്ന്. അതിൻ്റെ വിശദീകരണമൊക്കെ അവിടുന്ന് തന്നെ പറയാം. ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങാം. മലയാളത്തിൽ പറയും, ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പുണ്ടെന്ന് എന്ന് പറഞ്ഞ പിള്ളേർക്ക് ആർക്കെങ്കിലും മനസ്സിലാകാതെ പോയാൽ, കുഞ്ഞെ മുയലെന്ന് പറയുന്ന ഒരു ജീവിയുണ്ട്, നിങ്ങൾക്കറിയാം. ആ സൂത്രത്തിന് കൊമ്പില്ല. അതിന് കൊമ്പെങ്ങാനും ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടായി പോയേനെ. അതിന് കൊമ്പില്ല, തമ്പുരാൻ ഇതിന് കൊമ്പ് കൊടുത്തില്ല. അങ്ങനെ പലതിനും കൊമ്പ് കൊടുത്തിട്ടില്ല. സ്തോത്രം. എത്ര പ്രാർത്ഥിച്ചാലും കൊമ്പ് വരികയില്ല. കാര്യം ഇതിന് കൊമ്പ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പെശകായി പോയേനെ. മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ട്, കുതിരയ്ക്ക് കൊമ്പും അട്ടയ്ക്ക് കണ്ണും കൊടുക്കാത്ത ദൈവമെന്ന്. എത്ര പ്രാർത്ഥിച്ചാലും ഇത് വരികയില്ല. കാര്യം കൊടുത്തു പോയാൽ മനുഷ്യന് ജീവിക്കാൻ ഒക്കുകയില്ല. ഞാൻ എത്ര പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഒക്കാതെ നടക്കുന്നല്ലേ.
ഏത് കുതിരയ്ക്കാണ് കൊമ്പ് വന്നിട്ടില്ല, വരത്തില്ല. കാര്യം അത് ശരിയാകുകയെന്ന് തമ്പുരാൻ അറിയാം. ഓക്കെ ഞാൻ വരട്ടെ. അപ്പോൾ ഒരുത്തൻ എങ്ങാണ്ട് പോയി ഒരു മുയലിനെ പിടിച്ചു. അവൻ പറഞ്ഞു, ഞാൻ ഭയങ്കര ധീരനാണ്, അറിയാമോ, ഒരു മുയലിനെയൊക്കെ പിടിച്ചു കളഞ്ഞു. ഞാൻ ചിലപ്പം പറയാണ്ട് ഒറ്റയടിക്ക് ഒരു കൊതുകിനെ കൊന്നെന്ന്. കൊന്നേച്ചാ പറഞ്ഞേ, തമാശ ഒന്നുമല്ല, കൊന്നതാ. ഓക്കെ, ഞാൻ പോയി ഒരു മുയലിനെ പിടിച്ചു. ഞാൻ പിടിച്ച മുയൽ സാധാരണയൊന്നും അല്ലായിരുന്നു. ആ പുള്ളിക്ക് 3 കൊമ്പുണ്ടായിരുന്നു. പറ, ഇവിടെ മുയലിൻ്റെ കൊമ്പിലൂടെ ഞാൻ പിടിച്ചാലുണ്ടായിരുന്നു. പറ. ഹെഡ്നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതാണ്, മാറ്റത്തില്ല. ഞാൻ ഒരിക്കലും ഒരു മണ്ടത്തരം പറഞ്ഞു പിടിപ്പിച്ചു, ഇനി അതിൻ്റെ പുറത്ത് തന്നെ അങ്ങ് ഇരിക്കത്തുള്ളൂ. സാധാരണ യഹൂദനാണേൽ കേട്ടോണ്ട് പോവുകയേ ഉള്ളൂ. കാര്യം അവൻ അറിയാമെങ്കിലും അംഗീകരിക്കാൻ പറ്റുകയില്ല, പറയാൻ പറ്റുകയില്ല. അങ്ങനത്തെ ഒരു ഗതികെട്ട കഴകം കെട്ട തലമുറ. അതിൻ്റെ മുമ്പിൽ പലരെയും പറഞ്ഞ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിടം ജയിക്കണം. പക്ഷെ ഹെഡ്നോസ്റ്റിക് എന്നുള്ളതിൻ്റെ വിശദീകരണം സാത്താൻ്റെ ബൈബിൾ കൊടുത്തിരിക്കുന്നത്, എൻ്റെ ജഡീകമായ ശരീരപ്രകാരമുള്ള സകല സുഖങ്ങളും ഞാൻ അനുഭവിക്കും. അതെൻ്റെ റൈറ്റാ. അതിനെതിരെ ആരെഴുന്നേറ്റാലും അവനെ അനുസരിക്കത്തില്ല. ഏത് നിയമമുണ്ടെങ്കിലും ഞാൻ അനുസരിക്കത്തില്ല. ഞാനാണ് എൻ്റെ ദൈവം, ഞാനാണ് എൻ്റെ രാജാവ്. ഹെഡ്നോസ്റ്റിക്. സാത്താനെ, നീ എന്നോട് ഈ ചിന്താഗതി കൊടുത്തത് ക്രൂശിലെ മരണം വരെ തൻ്റെ പിതാവിന് അനുസരണം കാണിച്ചതായ ആ ദിവ്യ സ്വഭാവത്തിൽ നിന്ന്, ദൈവിക സാദൃശ്യത്തിൽ നിന്ന് താങ്കളെ തട്ടിപ്പറിച്ച് പുറത്തെറിയുവാൻ സാത്താൻ നിങ്ങളെ മിസ്അപ്രോപ്രിയേറ്റ് ചെയ്തതാണ് എന്നൊന്ന് അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. ചെറുപ്പത്തിലായിരിക്കും, അല്ലെങ്കിൽ ചെറുപ്പക്കാരുടെ ഇടയിലായിരിക്കും ഈ ശല്യം കൂടുതലെന്ന് തോന്നിയേക്കാം. ഒന്നുമല്ല, അതാത് പ്രായത്തിൽ അതാത് മണ്ഡലങ്ങളിൽ ഇത് കണ്ടുകൊണ്ടിരിക്കും. എനിക്കുമുണ്ട് ഇതിൽ ഒത്തിരി. എൻ്റെ ജഡമനുഷ്യനെ, പഴയ മനുഷ്യനെ ക്രിസ്തുവിനോടുകൂടെ കുരിശിച്ചു എന്ന് ഉറപ്പില്ലാത്ത സകലരെയും ദൈവിക സാദൃശ്യത്തിൽ നിന്ന് ഇവൻ തെറ്റിച്ചു. ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ നിന്നും, ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ നിന്നും, ദൈവിക ജീവനിൽ നിന്നും ഇവനെ തെറ്റിക്കേണ്ടതിന് എതിരെ വരാൻ സാധ്യതയുള്ള സകല ശക്തികളെയും അടച്ചുകൊണ്ടാണ് യേശു തൻ്റെ പ്രമാണങ്ങൾ കൊടുത്തത്. എന്നിട്ട് പറഞ്ഞു, ഞാൻ കൽപ്പിച്ചത് സകലതും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കുക. എല്ലാ ഇടങ്ങളിലുള്ളവരെയും, ജാതികൾ എന്നതിൻ്റെ വിശദീകരണം അതാണ്, എല്ലാ രാജ്യങ്ങളിലുള്ളവരെയും നിങ്ങൾ ശിഷ്യരാക്കുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആരാധിക്കുന്നത് അത്യാവശ്യമാണെങ്കിലും ആരാധകരെ അല്ല തമ്പുരാൻ ആഗ്രഹിച്ചത്, ശിഷ്യന്മാരെയാണ്. ശിഷ്യത്വത്തിൽ ആരാധന ഉണ്ട്, അത് നടന്നിരിക്കും. അനുസരണം ഉള്ളവരെ ദൈവത്തിന് ആവശ്യമാണെങ്കിലും ശിഷ്യന്മാർ സകലതും അനുസരിക്കുന്നവരാണ്. യേശുവിന് വേണ്ടത് ശിഷ്യന്മാരെയാ. എൻ്റെ സ്വയം ത്യജിച്ചുകൊണ്ട് എൻ്റെ ആശയങ്ങൾ അങ്ങയുടെ പാദത്തിൽ കാഴ്ചവെക്കുന്നുവെന്ന് പറഞ്ഞ് അങ്ങ് പറയുന്നത് ഞാൻ ചെയ്തോളാം, എൻ്റെ ആശയങ്ങൾ മാറ്റിയേച്ച് ഞാൻ അങ്ങയെ അനുസരിച്ചോളാം എന്ന് പറയുന്നതിനെയാണ് ശിഷ്യത്വം എന്ന് വിളിക്കുന്നത്. യേശു പറഞ്ഞു, നിങ്ങൾ പോകുമ്പോൾ ലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും പ്രസംഗിക്ക്. വിശ്വസിക്കുന്നവരെ, വിശ്വസിക്കാത്തതിനെയല്ല, വിശ്വസിച്ചോളുമെന്ന് പറഞ്ഞത് കൊണ്ടല്ല, ഇത്രയൊക്കെ മതി എന്ന് പറഞ്ഞതിനെയല്ല, വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ട്. ഞാൻ ആ ഭാഗത്തിൻ്റെ വിശദീകരണത്തിലേക്ക് ഇന്ന് വരത്തില്ല. വരുന്ന ഒരു ഞായറാഴ്ച എന്നോട് കാണത്തില്ല, ദൈവം വെച്ചാൽ വടക്കേണ്ടിയിലായിരിക്കും. അതിൻ്റെ പിന്നത്തെ ഞായറാഴ്ച എന്നോട് ഉണ്ടെങ്കിൽ ഞാൻ അല്പസമയം അതിനെക്കുറിച്ച് എടുത്തിരിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ കൽപ്പിക്കുന്നതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട്. ഉപദേശത്തിൽ തിരുത്തുവരുത്തുന്ന ഒരുപാട് പേരുണ്ട്. കർണരസമാകുമാർ ഉപദേശിക്കുന്ന ഉപദേഷ്ടാക്കന്മാരെ അന്ത്യകാല സഭ പെരുക്കുവാൻ കാരണം, സത്യോപദേശത്തിൽ നിന്ന് മാറ്റുവാൻ കാര്യം, ദൈവിക സാദൃശ്യത്തിൽ നിന്ന് ശിഷ്യഗണങ്ങളെ മാറ്റി നിർത്തേണ്ടതിനാണ്. അത് വരല് സകല ജാതികളെയും ഞാൻ കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് നിങ്ങൾ ശിഷ്യരാക്കിക്കൊള്ളണം. അടുത്ത പദം, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെയുണ്ട്. ഇന്നു പകലും യേശു കൂടെയുണ്ട്. ഇനിയും ആ റിസ്റ്റോറേഷൻ പ്രോസസ്സിലേക്ക് ഒന്ന് വേഗത്തിൽ കയറാൻ പോകുകയാണ്. പഴയ നിയമകാലങ്ങൾ കേവലം നിഴലുകളായിരുന്നു. പുതിയ നിയമത്തിൽ സാക്ഷാൽ പൊരുളായ കാലമാണ്. പഴയ നിയമത്തിലെ മോശ പുതിയ നിയമത്തിലെ ക്രിസ്തുവിൻ്റെ ഒരു നിഴല. പഴയ നിയമത്തിലെ മഹാപുരോഹിതൻ പുതിയ നിയമത്തിലെ ക്രിസ്തുവിൻ്റെ വേറൊരു നിഴല. പഴയ നിയമത്തിലെ യോശുവ യേശുവിൻ്റെ മാറിയൊരു നിഴലാണ്. പഴയ നിയമത്തിലെ പലരും ക്രിസ്തുവിൻ്റെ പഴയ നിഴലുകളാണ്, വ്യത്യസ്ത നിഴലുകൾ. എന്തുകൊണ്ടാണ് വ്യത്യസ്ത നിഴലുകൾ ആവശ്യമായി വന്നത്? വ്യത്യസ്ത വശങ്ങൾ പഠിക്കുവാൻ. ഒരു വ്യക്തിയുടെ എക്സ്റേ എടുക്കുമ്പോൾ ആ ശരീരഭാഗത്തെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുവാൻ പല ആംഗിളിൽ നിന്ന് എക്സ്റേ എടുക്കാറുണ്ട്. ക്രിസ്തുവിനെ ഒന്ന് വ്യക്തമായി
വ്യക്തമായി മനസ്സിലാക്കുവാൻ വ്യത്യസ്ത ആംഗിളിൽ നിന്ന് ദൈവപ്രഭാവത്തിൻ്റെ പ്രകാശം അടിച്ചതുകൊണ്ട് അനേക നിഴലുകൾ പഴയ നിയമത്തിലുണ്ട്. അവയുടെ ആകത്തുക ഒരുമിച്ച് ചേർത്താൽ വലിയവനായ ക്രിസ്തുവിൻ്റെ ഒരു തനിരൂപത്തിൻ്റെ മാതൃക ലഭിക്കും. ആ തനിരൂപമാണ് കാലസമ്പൂർണതയിൽ അവതരിച്ചത്. ആ തനിരൂപം ആളുകളെ നിയമിച്ചു. പഴയ നിയമത്തിലും നിയമനങ്ങൾ നടന്നിരുന്നു. യെരമ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്ന് ഞാൻ അത് മുഴുവനും വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല, നമുക്കറിയാം, ഞാൻ വായിക്കുന്നില്ല, വായിക്കണമെന്ന് ഓർത്തതാണ് സമയം ലാഭിക്കാൻ വേണ്ടി. യെരമ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്ന് 1-ാം അധ്യായം 4ഉം 5ഉം വാക്യങ്ങൾ വായിച്ചാൽ, ഞാൻ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നമേ നിന്നെ തിരിച്ചറിഞ്ഞു, എന്നെ ഉരുവാക്കിയവനായ ദൈവം. ഞാനതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഏതോ രാജ്യത്ത് ജനിച്ച, ഏതോ കുടുംബത്തിൽ ജനിച്ച ഒരു പുരുഷനെ മറ്റൊരു കുടുംബത്തിൽ ജനിച്ച വ്യത്യസ്ത സ്വഭാവം പുലർത്തുന്ന ഒരു ചുറ്റുവട്ടത്തിലുള്ള ഒരു സ്ത്രീയെ ഒരുമിച്ചെടുത്ത് രണ്ടുപേരുടെയും ഓരോ സെല്ലുകൾ എടുത്ത് ഇവയിൽ നിന്നും തികച്ചും വ്യത്യസ്തവും അതേസമയം ഈ 2 സെല്ലുകളുടെ സംയോജനത്തിൽ 2 പ്രകൃതികൾ ഒരുമിച്ച് കലർത്തിയും ഭൂമിയിൽ എന്നെ സൃഷ്ടിച്ചത് എന്തിനാണെന്നറിയാമോ? എന്നെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ മുമ്പിൽ ദൈവത്തിനൊരു വ്യത്യസ്ത വ്യക്തിത്വത്തെ വേണമായിരുന്നു. അതുകൊണ്ടാ യെരമ്യാവേ, നീ ഉരുവാകുന്നതിന് മുന്നമേ നിന്റെ അപ്പനാരായിരിക്കണമെന്നും നിന്റെ അമ്മയാരായിരിക്കണമെന്നും നിന്നിലുള്ള പുതുരൂപത്തിനകത്ത് എന്തൊക്കെ ഉണ്ടായിരിക്കണമെന്നും അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നമേ ഞാൻ കണ്ടതാ. ഇതിനകത്തിരിക്കുന്ന ദൈവ പൈതലേ, ഇത് മനസ്സിലാക്കാത്തവരാരും ഇവിടെ ഇല്ല. മറ്റൊരാളല്ല ഞാൻ തന്നെയാ. കാരണം എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നമേ വ്യത്യസ്തതകൾ കലർത്തിക്കൊണ്ട് തൻ്റെ ആ വ്യത്യാസമായ ഭാവത്തിൽ എനിക്ക് താൻ ജനനം തന്നു. 2, ഞാൻ നിന്നെ അവിടെ വെച്ച് നിയമിച്ചു. ഗുഡ് ഗാഡ്, ഇന്ന് വേറൊരു ആത്മീയ അർത്ഥത്തിൽ സുവിശേഷം കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നിങ്ങളൊരു സഭയ്ക്കകത്തിരുത്തി മറിയയുടെ ഉള്ളിലേക്ക് വചനം കടത്തിവിട്ട് ഒരു പ്രജയെ ഉരുവാക്കിയെടുത്തതുപോലെ ഈ സഭയ്ക്കകത്തും വ്യത്യസ്ത ഇടങ്ങളിലും ഇരുത്തി വചനമയച്ച് നിങ്ങളെ ഒരു വ്യക്തിയാക്കി ഉരുത്തിരിക്കുന്നതിൻ്റെ പുറകിൽ തമ്പുരാൻ ഒരു ഉദ്ദേശമുണ്ട്. ഞാൻ നിന്നെ നിയമിച്ചതാ. ഇന്നൊരു നിയമനമുള്ളതിനാൽ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. പഴയ നിയമത്തിലെ നിയമനത്തെക്കുറിച്ച് പറയുകയാണ്, യെരമ്യാവേ, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നമേ ഞാൻ നിന്നെ അറിഞ്ഞതാ. നിനക്കെന്ത് വേണമെന്നും നീ എന്താകുമെന്നും അറിഞ്ഞവനായ ഞാൻ. 2, ഞാൻ നിന്നെ അവിടെ വെച്ച് വിശുദ്ധീകരിച്ചതാ. വേദപുസ്തകത്തിൽ വിശുദ്ധി എന്ന പദത്തിന്റെ അർത്ഥം വേർതിരിക്കുക എന്നാണ്. വേർതിരിക്കുക, സാമാന്യക്കാരിൽ നിന്ന് വ്യത്യസ്തനായി ഞാൻ നിന്നെ അവിടെ വെച്ച് വേർതിരിച്ചതാ. നിന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചതാണ്. പിന്നെ ഞാൻ നിന്നെ നിയമിച്ചതാ ജാതികളുടെ പ്രവാചകനാകുവാൻ. ഇതിനകത്തിരിക്കുന്ന ചിലതിനെ ഗംഗനഹല്ലിയുടെ പ്രവാചകനാകുവാൻ, ചിലതിനെ ഹെബ്ബാളിന്റെ പ്രവാചകനാകുവാൻ, ചിലതിനെ ലണ്ടൻ പട്ടണത്തിന്റെ പ്രവാചകനാകുവാൻ, ചിലതിനെ യൂറോപ്പിന്റെ രാജ്യങ്ങളുടെ പ്രവാചകരാക്കുവാൻ, ചിലരെ മിഡിൽ ഈസ്റ്റുകളുടെ പ്രവാചകരാക്കുവാൻ ഞാൻ നിന്നെ പ്രവാചകനായി അവിടെ വെച്ച് തന്നെ നിയമിച്ചതാ. ഇന്ന് പകൽ നിയമനം തിരിച്ചറിയുന്ന ദൈവപൈതലേ, നാം അത് റെക്കഗ്നൈസ് ചെയ്യുന്നില്ലെങ്കിൽ, നാം അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ലെങ്കിൽ, ആ ദൈവ നിയോഗത്തിൽ നിന്ന്, ദൈവിക പദ്ധതിയിൽ നിന്ന് നമ്മൾ തെറ്റിപ്പോയി. ദൈവിക സാദൃശ്യത്തിലും ദൈവിക സ്വരൂപത്തിലും ദൈവത്തിന്റെ ജീവനിലും സൃഷ്ടിക്കപ്പെട്ട ദൈവപൈതലേ, ഇന്ന് പകൽ നിങ്ങളുടെ മേലൊരു നിയമനമുണ്ട്. യെരമ്യാവേ, ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിന്നെ ആരുടെ അടുക്കൽ അയക്കുന്നു അവൻ്റെ അടുക്കൽ പോകണം. ഞാൻ നിന്നോട് പറയുന്നതൊക്കെ അവരോട് നേരെ പറയണം. ഇത് കേട്ടപ്പോഴത്തേക്ക് യെരമ്യാവ് ഉഞ്ഞെട്ടി. യെരമ്യാവ് വരുന്ന ആര് സംസാരിക്കുന്നത്? നിത്യനായ ദൈവമോ എന്നോട് സംസാരിക്കുന്നു. എനിക്ക് പ്രായം എന്നാ ഉണ്ടെന്നറിയാമോ? ഞാൻ ബാലനാ. അടുത്ത പദം, യെരമ്യാവേ, ബാലനെന്ന് നീ പറയരുത്. ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഞാൻ നിന്റെ കൂടെ ഉണ്ട്. എന്റെ പ്രായം നിനക്കറിയാമോ? ഞാൻ പുരാതനായ ദൈവമാ. ഹല്ലേലൂയ. ഞാൻ നിന്റെ കൂടെ നിൽക്കുമ്പോൾ നിന്റെ പ്രായം എന്നാന്നറിയാമോ? എന്റെ പ്രായമാ. യുഗങ്ങൾക്ക് മുന്നമേ ഉള്ളവൻ, ഭൂമിയുടെ അടിസ്ഥാനമിട്ടവൻ, പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായവൻ. ഞാൻ നിന്റെ കൂടെ നിൽക്കുമ്പോൾ നിനക്ക് എന്റെ പ്രായമാ. ഹല്ലേലൂയ. പിശാച് പറഞ്ഞേക്കാം, പരിചയം കുറഞ്ഞവനെ തിരിച്ചു പറ, നിന്നെ സൃഷ്ടിച്ചവനോ എന്റെ കൂടെ. ഹല്ലേലൂയ. ഞാൻ നിന്റെ കൂടെയുണ്ട്. അതിന്റെ 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, നീ ഇന്നെ ഞാനൊരു ദർശനം കാണിക്കാൻ പോകുകയാ. ദൈവിക നിയോഗങ്ങളിൽ എന്നും ദർശനങ്ങൾ ഉൾക്കൊള്ളും. ഞാൻ നിന്നെ ഒരു ദർശനം കാണിക്കാൻ പോകുകയാ. നീ കാണുന്ന ഒരു കമ്പ്, അദ്ദേഹം നോക്കി വെച്ച് പറഞ്ഞ ഒരു കമ്പ് കാണുന്നുണ്ട്. ബദാം വൃക്ഷത്തിന്റെ കമ്പാണത്. ആ ബദാം എന്ന വാക്കിന് തമ്പുരാൻ കൊടുത്ത ഒരു അർത്ഥം കൂടെ ഉണ്ട് ആ ഭാഷയിൽ. ആ വാക്കിന്റെ അർത്ഥം ജാഗരണ വൃക്ഷമെന്നാ. യെരമ്യാവേ, നീ കണ്ടത് ശരിയാടാ. ഞാൻ ഇതിനകത്തിരിക്കുന്ന ദൈവവേദനയോട് നിങ്ങൾ കണ്ടത് ശരിയാ.
കാണിച്ചത് തമ്പുരാനാണെങ്കിൽ കണ്ടത് ശരിയാ. ബാലനെന്ന് സ്വയം തോന്നുമ്പോൾ തമ്പുരാൻ പറയാ, എൻ്റെ വചനം കാക്കുവാൻ ഞാൻ ജാഗരിക്കുമെന്ന്. അതിൻ്റെ അർത്ഥം ദർശനങ്ങൾ വ്യാഖ്യാനിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവേ, ഞാനാണ് ഒരു വൃക്ഷത്തിൻ്റെ കമ്പ് കണ്ടതെങ്കിൽ എനിക്കതിൻ്റെ അർത്ഥം പിടികിട്ടത്തില്ല. അതുകൊണ്ട് തമ്പുരാൻ പറഞ്ഞു, നീ കണ്ടത് ഒരു വൃക്ഷത്തിൻ്റെ കമ്പ, പക്ഷെ ഞാനതിൻ്റെ അർത്ഥം വ്യാഖ്യാനിക്കാം. ഇതിൻ്റെ അർത്ഥം ഇതാണ്, എൻ്റെ വചനം കാക്കുവാൻ ഞാൻ ജാഗരിച്ചുകൊള്ളും. ഇന്ന് പകൽക്കാലം പറഞ്ഞയച്ചവൻ നിങ്ങൾക്ക് വേണ്ടി ജാഗരിക്കുകയാണ്. ഒരു ദിവസം യേശു പടകിൽ കയറി അക്കരയ്ക്ക് പോകുവാൻ ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടേച്ച് താൻ തന്നെ മലമുകളിൽ കയറി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഇന്ന് പകൽ അക്കരയ്ക്ക് പോകുവാൻ പറഞ്ഞയക്കപ്പെട്ട ദൈവവചനെ ജാഗരിക്കുന്ന ഒരുവനുണ്ട്. പുറകിൽ ജാഗരിക്കുകയാണ്. പോ, ഞാൻ ജാഗരിച്ചു കൊള്ളാം. ഹല്ലേലൂയ. നീ പോ, ഞാൻ ജാഗരിച്ചു കൊള്ളാം. യെരമ്യാവിനെ നിയമിച്ചവനായ ദൈവം. ഞാൻ ഒരുപാട് ഇനി മാറുകയാണ്. പക്ഷേ നാം ഇന്ന് കാണുന്ന സാഹചര്യങ്ങൾ ഒരു തകർന്ന സാഹചര്യമാണ്. എവിടെ നിയമിച്ച ദൈവം? കഴിഞ്ഞ രാത്രിയിൽ ഞാൻ ഗിദെയോനെ വീണ്ടും ഒന്ന് തൊട്ടു. ഗിദെയോനോട് ഒരു ദൂതൻ ഇറങ്ങി വന്ന് പറഞ്ഞു, പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട്. ഗിദെയോൻ സ്വയം ഒന്ന് റിയലൈസ് ചെയ്തു. യെരമ്യാവ് തൻ്റെ പ്രായം റിയലൈസ് ചെയ്തതുപോലെ ഗിദെയോൻ തൻ്റെ സഭയുടെയും ജനത്തിൻ്റെയും കുടുംബത്തിൻ്റെയും തൻ്റെയും അനുഭവം ഒന്ന് റിയലൈസ് ചെയ്ത് പറഞ്ഞു, യജമാനനെ, അങ്ങ് എന്തായി പറയുന്നത്? യഹോവ നമ്മോടുകൂടെ എന്നോ? നോ, എനിക്ക് അംഗീകരിക്കാൻ പറ്റുകയില്ല. യഹോവ കൂടെ ഉണ്ടായിരുന്ന കാലം യഹോവ ചെയ്തതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ചെങ്കടൽ പിഴിഞ്ഞോടിയ ചരിത്രം, യോർദാൻ വറ്റിമാറിയ ചരിത്രം ഞാൻ കേട്ടിട്ടുണ്ട്. മല്ലനായ ഗോലിയാത്തിനെ ഒരൊറ്റ കല്ലുകൊണ്ട് എറിഞ്ഞിട്ട ചരിത്രം ഞാൻ കേട്ടിട്ടുണ്ട്. അത് യഹോവ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട്. എവിടെ യഹോവ? സാഹചര്യം തകർന്നു കിടക്കുന്നു. ഞങ്ങൾ വിതയ്ക്കും, മിദ്യാൻ കൊയ്യും. ഞങ്ങൾ കന്നുകാലികളെ വളർത്തും, മിദ്യാന്യർ പിടിച്ചുകൊണ്ട് പോകും. ഞങ്ങളുടെ വിയർപ്പ് ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല, ഞങ്ങളുടെ അധ്വാന ഫലം ശത്രു തിന്നുന്നു. ഇന്ന് പകൽ സ്ഥിതി ഇതാണെങ്കിൽ ദൈവത്തിനൊരു ഗിദെയോനെ വേണം. ഗിദെയോനെ, നീ എന്നെ ഒന്ന് നോക്ക്. എന്റെ കണ്ണിൽ നിന്ന് നിന്റെ കണ്ണിലേക്ക് ഒരു ഇമ്പാർട്ടേഷൻ നടക്കട്ടെ. ഞാൻ നിന്റെ അവിശ്വാസത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കാം. പരിശുദ്ധമാവ് ഇടപെട്ടോണ്ടിരിക്കുക അല്ലേ? ഞാൻ നിന്റെ അവിശ്വാസത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കാം. നീ എന്നെ ഒന്ന് നോക്ക്. ഇന്ന് പകൽ യഹോവേ നോക്കുന്നവരെ, അവങ്കലേക്ക് നോക്കുന്നവർ പ്രകാശിതരായി മാറും. നിങ്ങൾ ലജ്ജിക്കയില്ല. ഇന്ന് പകൽ ലജ്ജിപ്പിക്കാത്തവങ്കിലേക്ക് ഒന്നുകൂടെ നോക്കുവാൻ. കർത്താവേ, അങ്ങ് ഞങ്ങളെ വിളിച്ചതിനാൽ ഞങ്ങൾ അങ്ങേ നോക്കുന്നു. ഇത് കേവലം യേശുവിന്റെ കാലം കൊണ്ട് തീർന്നില്ല. ഒരു ദിവസം പത്രോസും യോഹന്നാനും കൂടെ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിന്റെ പടിക്കൽ ചെന്നപ്പോൾ അമ്മയുടെ ഉദരം മുതൽ മുടന്തി നടക്കുന്ന ഒരുവൻ, അവനെ ദൈവം നിയമിച്ചതാ. ദേവാലയത്തിൽ തുള്ളാൻ നിയമിക്കപ്പെട്ട ഇവൻ, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ നിയമിക്കപ്പെട്ട ഇവൻ ദേവാലയത്തിന്റെ പടിക്കൽ ഭിക്ഷാടനം നടത്തിക്കൊണ്ടിരിക്കുന്നെങ്കിൽ ആത്മബലമുള്ളവൻ പറഞ്ഞു, ഞങ്ങളെ നോക്ക്. ഈ നോട്ടത്തിൽ ഒരു ഇമ്പാർട്ടേഷൻ നടക്കട്ടെ. ഇന്ന് പകൽ നോട്ടത്തിൽ ഒരു ഇമ്പാർട്ടേഷൻ നടക്കട്ടെ. ചിലതിന്റെ കണ്ണിലേക്ക് നോക്കിയാൽ രോഗസൗഖ്യം നടക്കുന്നത് പോലെ, ചിലതിന്റെ കണ്ണിലേക്ക് നോക്കിയാൽ ഭൂതങ്ങൾ വിട്ടുപോകുന്നത് പോലെ, ചിലതിന്റെ കണ്ണിലേക്ക് നോക്കിയാൽ അധികാരം കൈമാറ്റം ചെയ്യുന്നത് പോലെ. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളെ നോക്ക്, യേശുവിനെ നോക്ക്. അവനെ നോക്കിയവർ പ്രകാശിതരാ. കാര്യം തൻ്റെ പ്രകാശം പ്രതിഫലിക്കാൻ തുടങ്ങും. മുന്നോട്ട് വന്നോട്ടെ. നിന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എടുത്തത് മുതൽ ഞാൻ നിനക്ക് വേണ്ടി ജാഗരിക്കുക. പക്ഷെ സാഹചര്യം അങ്ങ് മാറി. ഇന്നത്തെ സാഹചര്യം ആകെപ്പാടെ തകർന്നു. ഇതിന് നിഴലുകളുണ്ടോ? ഉണ്ട്. ഇതിന്ന് പുത്തരിയായിട്ട് ഇങ്ങോട്ട് വന്നതല്ല. യുഗങ്ങളുടെ പാറയായവൻ, ചരിത്രങ്ങൾ മൊത്തം അറിയാവുന്നവൻ, ആദിയിൽ തന്നെ അന്തമറിയാവുന്നവൻ, സൃഷ്ടിക്കുന്നതിന് മുന്നമേ ഭാവി നിയമിച്ചവൻ. ഹല്ലേലൂയ. അവൻ ജാതികൾക്ക് അതിർ നിർണയിച്ചപ്പോൾ ഇസ്രായേൽ ജനങ്ങളുടെ എണ്ണത്തിനൊത്തവണ്ണം ജാതികളുടെ അതിർ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ, എൻ്റെ ജനത്തിന്റെ ഇടയിൽ എത്ര പേർ ജനിക്കുമെന്നും അവർക്ക് എവിടെയൊക്കെ സ്ഥലം കൊടുക്കണമെന്നും അതിര് തിരിച്ച് മാറ്റിയിട്ടേച്ച് മിച്ചമുള്ളതിനെ മാത്രം ജാതികൾക്ക് കൊടുത്തവനാണ് ഇന്ന് സ്വന്തം വീട് വെക്കുവാൻ സ്ഥലം അന്വേഷിക്കുന്നവരെ. ഹല്ലേലൂയ. സ്വന്തം സഭ പണിയുവാൻ സ്ഥലം അന്വേഷിക്കുന്നവരെ, നിന്നെ എണ്ണിയ ശേഷം ജാതികൾക്കുള്ളത് വീതിച്ചു കൊടുത്തവൻ നമ്മുടെ അത് വെച്ചിട്ടുണ്ട്.
പരിശുദ്ധാത്മാവാ ഇടപെടുന്നത് ഭയങ്കര ആഴമാ. അവനവന്റെ പാത്രത്തിന്റെ വലിപ്പത്തിനൊത്തവണ്ണം ഇന്ന് പകൽ ചിലതിലേക്ക് പകരട്ടെ. എന്റെ അവകാശം, എന്റെ കൃപ, എന്റെ കൃപാവരം, എന്റെ ആരോഗ്യം, എന്റെ നന്മ മാറ്റിയിട്ട ബാക്കിയുള്ളത് ശത്രുവിന് കൊടുത്തിട്ടുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവം ഇടപെടുന്നത് ഏറ്റെടുത്തോ. കർത്താവ് ചിലതെല്ലാം ചെയ്തുകൊണ്ടിരിക്കും. സാഹചര്യങ്ങളാകെ തകർന്നു. സാഹചര്യങ്ങൾ ഇതിനു മുമ്പേ തകർന്നിട്ടില്ലേ? ഉണ്ട്. ഞാൻ ചുരുക്കം ചിലത് മാത്രം ഓടിച്ചു പറയാം. റോമാലേഖനത്തിലേക്ക് ആദ്യമേ നമ്മൾ മത്തായി 28 പറഞ്ഞല്ലോ. സഭയുടെ സാഹചര്യം. വല്യച്ചാച്ചന്മാർ കഥ സൃഷ്ടിക്കുന്നു, എഴുത്തുകാർ ചേർന്ന് എഴുതുന്നു, പ്രചരിപ്പിക്കുന്നു, പണം പിരിക്കുന്നു, വ്യാജപ്രസ്താവന പരത്തുവാൻ കാശ് മുടക്കുന്നു. പടയാളികൾ ഇപ്പൊ കിട്ടിയ ചാൻസാ, ഈ ചാൻസ് ഉപയോഗിച്ച് കാശ് പിരിച്ച് കള്ളക്കഥ ഔദ്യോഗികമായി പറയുന്നു. പിന്നെ പാവപ്പെട്ട സാധാരണക്കാരന് കാര്യം തിരിച്ചറിയാമെങ്കിലും പറയാൻ തൻ്റെ ഇടമില്ലാതെ ഒതുങ്ങിക്കഴിയുന്നു. തകർന്ന സാഹചര്യം. 12 ശിഷ്യന്മാരുള്ളതിൽ ഒന്ന് പോയി കെട്ടിയാന്നു. മിച്ചം വന്ന 11 യേശു പറഞ്ഞു, വാ, ഇത് മുഴുവൻ ഇവിടെ നടക്കുമ്പോൾ ഞാൻ വേറൊന്ന് കൈമാറാം. ഇന്ന് പകൽ തകർന്ന സാഹചര്യത്തിൽ ഒരു കൈമാറ്റത്തിന് വേണ്ടി മല കയറുന്നവർക്കായി സ്തോത്രം. ഈ തകർന്ന സാഹചര്യത്തിൽ ഞാൻ ഈ പറഞ്ഞത് മുഴുവനും 21-ാം നൂറ്റാണ്ടിലെ ആത്മമണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വിളിയുള്ള ദൈവ പൈതലേ, ചിലതൊക്കെ തൂങ്ങിച്ചത്തു പോകട്ടെ. മിച്ചമുള്ള ദൈവ പൈതലേ, കയറു, മല കയറു. കൈമാറ്റത്തിന് വേണ്ടി തമ്പുരാൻ വിളിക്കുക. രണ്ടാം പടിയിലേക്ക് ഇറങ്ങിയാൽ റോമാലേഖനം 11:5 വാക്യത്തിലേക്ക് വരുമ്പോൾ വായിക്കുന്നില്ല. റോമർ 11:5 വരുമ്പോൾ, ആകയാൽ ഉറങ്ങുന്നവനെ, ഇതൊന്നും അറിയാതെ ഉറങ്ങുന്ന കുറെ എണ്ണമുണ്ട്. ആകയാൽ ഉറങ്ങുന്നവനെ, ഇന്ന് പകൽ വിളിയുള്ളതിൽ ചിലര് കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ, എന്നെ ഉറങ്ങുന്നവന്റെ പ്രത്യേകത, എഴുന്നേറ്റിട്ട് ബാക്കി കാര്യം നോക്കാം, തൽക്കാലം ഞാനൊന്ന് വിശ്രമിക്കട്ടെ. ഇന്ന് പകൽ ഉറങ്ങുന്നവര് ചിലർക്ക് പിടികെട്ടുന്നുണ്ട്. ഞാൻ ഉറങ്ങുക എന്ന് എഴുന്നേര്. കാര്യം നിന്റെ ഒപ്പം ഉറങ്ങിയ പലതും ചത്തടാ. തിരിച്ചെഴുന്നേൽക്കാൻ കഴിയാതെ കൂടെ ഉറങ്ങിയ പലതും ചത്തടാ. അതിന് ഒരിക്കലും എഴുന്നേക്കത്തില്ല. നാളെ സ്നാനപ്പെടാമെന്ന്, കുഞ്ഞുങ്ങളുടെ വിവാഹം കഴിഞ്ഞ ശേഷം വേർപെടാമെന്ന് ഒക്കെ പറഞ്ഞ് കഴിഞ്ഞ നാളുകളിൽ ഉറങ്ങിയത് പലതും ചത്തു. ആകയാൽ ഉറങ്ങുന്നവനെ ഉണര്, മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക്. കൂടറങ്ങിയ പലതും ചത്തപ്പോൾ ഇന്നും കൃപ ശേഷിച്ചവർക്കായി സ്തോത്രം. ഇന്നും ജീവൻ ശേഷിച്ചവർക്കായി സ്തോത്രം. ഇന്നും ആത്മാവുള്ളവർക്കായി സ്തോത്രം. എഴുന്നേര്, ഞാൻ നിന്റെ മേൽ പ്രകാശിക്കട്ടെ. ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ നിന്ന് എഴുന്നേൽക്കാ, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. ഒരു കൂട്ടർ ഉറങ്ങിപ്പോയി, ഉറങ്ങിയത് പലത് ചത്തുപോയി, സാഹചര്യം തകരാറാ. അതിന്റെ അർത്ഥം കർത്താവ് നിർത്തി എന്നല്ല. He didn't give up. ഈ കർത്താവ് ഒരിക്കലും കൈവിട്ടില്ല, താനൊരിക്കലും നിർത്തിക്കളഞ്ഞില്ല. ഇവിടം കൊണ്ട് മതിയാക്കാമെന്ന് പറഞ്ഞില്ല. പ്രതികൂലം അധികമാകയാൽ തൽക്കാലം ഞാൻ പറഞ്ഞത് പിൻവലിച്ചെന്ന് പറഞ്ഞില്ല. ഇന്ത്യയിൽ വർഗീയ ശക്തികൾ എഴുന്നേറ്റത് കൊണ്ട്, അവിടെ ഇവിടെ ക്രിസ്ത്യാനിയുടെ കഴുത്തു വെട്ടിയത് കൊണ്ട് ഇന്നു മുതൽ സ്നാനം നിർത്താൻ യേശു ആവശ്യപ്പെട്ടില്ല. അവൻ പറഞ്ഞു, ഞാൻ എന്റെ വചനം പാലിപ്പോൾ ജാഗരിച്ചു നിൽക്കുക. ഹല്ലേലൂയ. 2, ഞാൻ കഴിഞ്ഞ ഒരു ദിവസം ഇവിടെ എടുത്തതായിരുന്നു. യെശയ്യാവിന്റെ പുസ്തകം 26-ാമത്തെ അധ്യായത്തിലേക്ക് വന്നാൽ, ഞങ്ങൾ നോവ് കെട്ടി കരഞ്ഞു. ഞങ്ങൾ ഇപ്പോൾ ഒരു കുഞ്ഞിന് ജനനം കൊടുക്കുമെന്ന് കരുതി പലവട്ടം നോവ് കെട്ടി കരഞ്ഞു. എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞിന് ജനനം കൊടുക്കുന്നത് വരെ സഹിക്കേണ്ട ക്ലേശങ്ങൾ മുഴുവനും സഹിച്ച അമ്മയെ പോലെ സഭ പല അളവിൽ നോവ് കെട്ടി. ഒടുവിൽ ജനിച്ചതോ കാറ്റാ പിറന്നു വീണത്. കുറെ കാറ്റേ ഉള്ളായിരുന്നു. അതെനിക്കിന്ന് വിശദീകരിക്കാൻ പറ്റത്തില്ല. യെശയ്യാ 26 കിടപ്പുണ്ട്, നിങ്ങളങ്ങ് വായിച്ചു. ഞങ്ങൾ പല പ്രാവശ്യം നോവ് കെട്ടി കരഞ്ഞു. ഈ ട്രവെയിലിംഗ് പെയിൻ, ആ ഡെലിവറി സമയത്തുണ്ടാകുന്ന വേദനയുടെ ഒരു പ്രത്യേകത അനുഭവിച്ചിട്ടുള്ളവരിൽ നിന്ന് കേട്ടിട്ടുള്ളതാണ്. ആ വേദന ഒന്ന് വർദ്ധിച്ചു വരും, പെട്ടെന്ന് അങ്ങ് കുറയും, പിന്നെയും വർദ്ധിക്കും, മുമ്പിലത്തേക്കാൾ കൂടും, പിന്നെയും അങ്ങ് മാറും, പിന്നെയും ആ വേദന വർദ്ധിക്കും, പിന്നെയും അങ്ങ് മാറും. ഓരോ പ്രാവശ്യം വേദന വരുമ്പോഴും കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതലായിരിക്കും. ഇതിനെയാണ് ആ ലേബർ പെയിൻ എന്ന് വിളിക്കുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്ന പദം ഇതാ, ഞങ്ങൾ നോവ് കെട്ടി കരഞ്ഞു.
ഇപ്പം സംഭവിക്കാൻ പോകാമെന്നും പറഞ്ഞ് എത്ര പ്രാവശ്യം ചാടി എഴുന്നേറ്റല്ലയോ? നാളെ ഞാൻ ഈ ഷേപ്പിലായിരിക്കുകയില്ല, ഇപ്പം ജനിക്കുമെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞതാ? അതങ്ങ് പോയി, പിന്നെയും വന്നു, പിന്നെയും വന്നു, പിന്നെയും വന്നു. ഒടുവിൽ ജനിച്ചപ്പോഴോ കുഞ്ഞ് ജനിച്ചിട്ടില്ല, ജനിച്ചു വീണത് കാറ്റാ, അതങ്ങ് പറന്നുപോയി. ഞങ്ങൾ വേദനപ്പെടാനുള്ളത് വേദനപ്പെട്ടു. 9 മാസത്തെ, ഞാൻ മാനുഷിക ഭാഷയെ പറയുക, പ്രിപ്പറേഷൻസ് മുഴുവനും കഴിഞ്ഞു, സകലതും തകർന്നു. ഞങ്ങൾ തീർന്നു, ഞങ്ങളുടെ കയ്യിൽ ഒന്നും ബാക്കിയില്ല. ഞങ്ങൾ പല അളവിൽ നോവ് കെട്ടി കിടന്ന് ഉറങ്ങിയവരല്ല ഇതിനകത്തിരിക്കുന്ന പലരും നോവ് കെട്ടി വ്യസനിച്ചവരാ. ഇന്ന് വിജയിക്കുമെന്ന് പറഞ്ഞ് 10 ദിവസം, 20 ദിവസം, 21, 40, 41 ഒക്കെ വീതം നാളുകൾ മാറി മാറി ഉപവസിച്ചവരാ, പല പ്രാവശ്യം വ്യഥപ്പെട്ടവരാ, പല പ്രാവശ്യം കരഞ്ഞവരാ, ഉറക്കം മാറ്റിവെച്ചതാ. ഞങ്ങൾ നോവ് കെട്ടി കരഞ്ഞു. ഒടുവിൽ ജനിച്ചതോ കാറ്റിനെയാ ഞങ്ങൾ ജനിപ്പിച്ചത്. ഞങ്ങളുടെ കയ്യിൽ വരുവാൻ, കയ്യിലൊന്ന് എടുക്കാൻ ഒരു ഓമന കുഞ്ഞ് ഞങ്ങൾക്കില്ല. ഞങ്ങൾ നശിച്ചു. ഇതിനേക്കാൾ കൂടുതൽ എന്നെ നിരാശയാ. പലതും ചത്തു. വെളിപ്പാട് പുസ്തകം 3:2-3 വാക്യങ്ങളിൽ സഭയോട് പറയുകയാ, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഒത്തിരി എണ്ണം ചത്തു. ചിലതെല്ലാം ദൈവത്തെ വേണ്ടാന്നും പറഞ്ഞു പോയി, ചിലതെടുത്ത പ്രമാണങ്ങൾ ലംഘിച്ചു. സഭകൾ വളരാത്തത് കൊണ്ട് എൻ്റെ സഭ വളർത്തേണ്ടതിന് വേണ്ടി വിട്ടുകളഞ്ഞ പലതും പണ്ടത്തെ നായിക്ക് പറ്റിയതുപോലെ ഛർദിക്ക് തിരികെ തിരിഞ്ഞു, പണ്ടത്തെ പന്നിക്ക് പറ്റിയതുപോലെ കുളിച്ച ശേഷം ചെളിയിൽ ഉരുണ്ടു. വേണ്ടാത്തത് പലതും തിരിച്ചെടുത്തു, പക്ഷേ പ്രയോജനമൊന്നും ഉണ്ടായില്ല. പലതും ചത്തു. എന്നാൽ ചാകാറായ ചില ശേഷിപ്പുകൾ സഭയിൽ ബാക്കിയുണ്ട്. ബെഥലൈറ്റ്സ്, ദൈവം നമ്മെ ഒരു ശേഷിപ്പായി ഇന്ന് കണ്ടതിനാൽ നാം ദൈവത്തെ സ്തുതിക്കുന്നു. ആകയാൽ സഭയെ ചാകാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ചത്തതിന്റെ ഇടയിൽ ഉണർന്നു കിടക്കുന്ന ശേഷിപ്പ്. റോമരിൽ ഉറക്കമാ പുള്ളി. ഒത്തിരി ചത്തതിവൻ അറിഞ്ഞിട്ടില്ല. വെളിപ്പാട് 3 ചത്തതിവൻ അറിയാം. എൻ്റെ അപ്പുറത്ത് കിടക്കുന്ന ചത്ത്, ഇപ്പുറത്ത് കിടക്കുന്ന ചത്തു. എനിക്കും അനുഭവം ഇത് തന്നെയാ. അങ്ങുമിഞ്ഞും മോർച്ചറികളിൽ അപകടമരണങ്ങളിലും മറ്റും പെട്ടതിനെ ഒരുമിച്ച് കൊണ്ട് കൂട്ടിയിരിക്കുന്ന ഇടത്തു നിന്ന് ചിലതിനിടയ്ക്ക് ബോധം വീഴുമ്പോൾ വട്ടം കിടക്കുന്നത്, ചത്തു കിടക്കുന്നത് കണ്ട് ഭീതിയാൽ അലറുന്നത് പോലെ എന്ത് സംഭവിക്കുമെന്ന് കണ്ട് അലറുന്ന അലർച്ചകൾ സഭയുടെ അകത്തു നിന്ന് കേൾക്കാം. പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്, കരയാൻ മെനക്കെടാതെ ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഇന്ന് പകൽ ബലപ്പെടുത്തുന്നവൻ, ഇന്ന് പകൽ ശക്തീകരിക്കുന്നവൻ ഇതിനകത്തുള്ളതിനാൽ ഒരു ശക്തി ഏറ്റെടുക്കാം. ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക എന്ന് പറഞ്ഞാൽ തീരെ ചാകാറായതാ. ഇതിനകത്ത് ആഖാന്മാര് കയറി, ഞാൻ വ്യാഖ്യാനിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിനകത്ത് കോരഹുമാര് കയറി, ഞാൻ വ്യാഖ്യാനിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിനകത്ത് കായന്മാര് കയറി, ഇതിനകത്ത് യൂതമാർ കയറി. പലതും ചത്ത് കഴിഞ്ഞു. ചാകാറായ ശേഷിപ്പുകൾ നിരാശയുടെ നടുവിൽ കിടക്കയാ. അതിൻ്റെ അർത്ഥം യേശു ഉയർക്കാതെ പോകുമെന്നല്ല. ഹേ യൂദ, നീ കാണിച്ചു കൊടുത്തത് കൊണ്ട് യേശുവിന്റെ കല്ലറ അടഞ്ഞിരിക്കയില്ല. തുറന്ന കല്ലറ ഇന്നും നമ്മുടെ മുമ്പിൽ നിൽക്കയാ. ഹല്ലേലൂയ. ആഖാൻ വീണത് കൊണ്ട് ഇസ്രായേൽ ജയിക്കാതെ പോയില്ല, അതിൽ ഇടിയാതെ പോയില്ല, ദൈവം ചെയ്യാതെ പോയില്ല. ദൈവം തനിക്കുള്ളത് ചെയ്തിരിക്കും. ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. എസെക്കിയേൽ 37 വരുമ്പോഴേ വായിക്കുന്നില്ല, അങ്ങനെ സമയം, എൻ്റെ മിനിറ്റുകൾ തീരാൻ പോവാ. അസ്ഥികൾ ഉണങ്ങി തെറിച്ചു. ഇവരെ തിരിച്ചെഴുന്നേപ്പിച്ചേച്ച് പറഞ്ഞു, നിങ്ങളൊരു മഹാസൈന്യം എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ ആരായിരുന്നു അറിയാവോ? ബലവാന്മാരായ സൈന്യമായിരുന്നു. ബലവാന്മാരായ സൈന്യമായിരുന്നിവർ ഇന്ന് വെറും അസ്ഥികളായി മാറി. അത്ഭുത രോഗശാന്തികൾ ചെയ്തവർ, അത്ഭുത ദൈവിക വിടുതലുകൾ നടത്തിയവർ ഇന്ന് തൻ്റെ അടിതെറ്റി ആനയെ പോലെ തകർന്ന് തറയിൽ കിടക്കുന്നു. എന്നിലും ഭക്തർ, എന്നിലും ശക്തർ വീണു തകർന്നു ഈ പോർക്കളത്തിൽ. കാണുന്നു ഞാൻ അസ്ഥിക്കൂടങ്ങൾ, ആ വീരപൂമാൻകളിൽ വീണുപോയവരുടെ അസ്ഥികൾ ഞാൻ കാണുകയാ. പലതും വീണുപോയ മണ്ണിൽ കർത്താവിന് പറയാനുണ്ട്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട്. യെരമ്യാവേ, നീ കണ്ട വെളിപ്പാട് സത്യമാ. ഞാനാ കാണിച്ചത്. എന്റെ വചനം വലിപ്പാൻ ഞാൻ നിന്നെ നിയമിച്ചിരിക്കുക. ഞാൻ അതിനകത്ത് ജാഗരിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. വീണതെനിക്ക് വിഷയമല്ല, നിൽക്കുന്നവരാണ് എൻ്റെ മാതൃക. വീണവരെ ഞാൻ മാതൃകയാക്കി ആ വഴി പോകാതിരിക്കുന്നു. നിൽക്കുന്നവരെ ഞാൻ അനുഗമിക്കാൻ പോകുകയാ. ഇന്ന് പകൽ നിൽക്കുന്നതിനെ അനുഗമിക്കുമെന്ന് പറയുവാൻ സമർപ്പണമുള്ള ദൈവമൈതലേ, താങ്കളെ ആ ദൈവത്തിന് വേണ്ടത്.
ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ ദൈവം ഓർമ്മിപ്പിക്കും. ഇന്നലെ ഞങ്ങളൊരു വീട് വിസിറ്റ് ചെയ്യാൻ ചെന്നപ്പോൾ ഒരാൾ ജനുവരി മാസം 1-ാം തീയതി ആ ഒരു ദർശനം കണ്ട് എന്നോട് ഷെയർ ചെയ്തായിരുന്നു. ഞാനിവിടെ പറഞ്ഞിട്ടുള്ളതാ, തിരുവചനത്തിൽ എഴുതിയിട്ടുള്ളതാ. ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ ദൈവം അറിയിക്കും. ദാവീദ് രാജാവാകുന്നതിന് മുമ്പേ പുള്ളി തീരെ മോശമായി നടക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ താണവനായി നടക്കുമ്പം സ്വന്തം നാട്ടിൽ കയറാൻ പറ്റത്തില്ല. കണ്ട രാജാവ് തല്ലി കൊല്ലും. ശൗല് കണ്ട അപ്പോഴേ കൊല്ലും. അതുകൊണ്ട് ശത്രു രാജാവായ ആഖീഷിനെ പോയി ആശ്രയിച്ചു. അവിടെയും ശരിക്കും നിൽക്കാൻ ഒക്കുകയില്ല, ഒരു സ്വാതന്ത്ര്യവുമില്ല. അതുകൊണ്ട് തന്നെത്താനെ വന്ന് സിക്ലാഗ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു താമസമൊക്കെ ഉണ്ടാക്കി. കടമുള്ളവർ, ദരിദ്രന്മാർ, താണവർ, കുരുടൻ, മുടന്തൻ, ഈ ടൈപ്പ് എല്ലാം കൂടി ഇയാളുടെ കൂടെ കൂടി. ചുരുക്കി പറഞ്ഞാൽ ഒരു കൂട്ടം അധമന്മാർക്ക് നേതാവായി താൻ ഇരിക്കുന്ന സമയത്താണ് തനിക്കുള്ളത് എല്ലാം പോയെന്ന് പറയുന്നത്. കൂടെ നിന്നവർ തന്നെ എറിയാൻ കല്ലെടുത്തു. ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ദാവീദിന് ദൈവം ആദ്യം കൊടുത്ത കൃപാവരം ഈ ഉന്നം തെറ്റാതെ എറിയുകയായിരുന്നു. തൻ്റെ കൂടെ കൂടിയ നിസ്സാരനെയും കഴകമില്ലാത്തവനെയും കടക്കാരനെയും കൂടെ ഈ കൃപാവരത്തിലേക്ക് ദൈവം നടത്തി. ഒരു രോമം പിഴയ്ക്കാതെ എറിയുവാൻ ഇവന്മാർക്ക് അഭിഷേകം കിട്ടി. ദാവീദിൽ നിന്ന് പകർന്ന അഭിഷേകം ദാവീദിനെതിരെ ഉപയോഗിക്കുവാൻ തീരുമാനിച്ചു. ദാവീദിനെ കല്ലെറിയാൻ ഇവന്മാരെല്ലാം കൂടെ കല്ലെടുത്തു. ദാവീദ് ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഞാൻ എന്തെങ്കിലും ചെയ്യണോ? ഞാൻ ഇനി മുന്നോട്ട് വരട്ടെ. ദൈവത്തിനൊരിക്കൽ ദാവീദിനെ അയക്കുവാൻ ഉണ്ടായിരുന്നു. ദാവീദിനോട് പറഞ്ഞു, തയ്യാറായിക്കോ, സഭ തയ്യാറായിക്കോ. ദാവീദ് തയ്യാറായിക്കോ, ദൈവസഭ തയ്യാറായിക്കോ, ബേഥേലായിട്ട് തയ്യാറായിക്കോ. സമയം കുറിക്കുന്ന ദൈവത്തിൻ്റെ ദൂതൻ വരും. ശമൂവേലിൻ്റെ 2-ാമത്തെ പുസ്തകത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ കിടപ്പുണ്ടിത്. സമയമാകുമ്പോൾ തമ്പുരാൻ എഴുന്നേറ്റ് വരും. 2 ശമൂവേൽ 5:24 നീ ഒരു കാര്യം ചെയ്യ് ദാവീദേ, തയ്യാറാക്, നിന്റെ സൈന്യവുമായി തയ്യാറാക്. അണ്ട് അവിടെ കുറെ മൽബറിച്ചെടികൾ നിൽക്കുന്നല്ലോ, നീ അതിൻ്റെ ചുവട്ടിലോട്ട് പോയി നില്ല്. അവിടെ നില്ല്, ഞാൻ നിനക്ക് സമയം തരാം. അണ്ട മൽബറിച്ചെടിയുടെ ചുവട്ടിലോട്ട് മാറി നില്ല്. സഭേ, ഉപവാസം തുടങ്ങിയിട്ട് നാളെത്രയായി, പ്രാർത്ഥന തുടങ്ങിയിട്ട് നാളെത്രയായി. നമുക്കിത് വലിയ നീണ്ട കണക്കാ. യുഗങ്ങളൊന്നും തമ്പുരാനൊരു വിഷയമല്ല. ആകാശത്തെ ചാണുകൊണ്ട് പരിമാണമെടുക്കുന്നവൻ, ഭൂമിയിലെ പൊടിയെ നാഴി കൊള്ളിക്കുന്നവൻ, ഹല്ലേലൂയ, പർവ്വതങ്ങളെ വെള്ളിത്തോൽ കോലിൽ തൂക്കുന്നവൻ, നക്ഷത്രങ്ങളെ പേര് പറഞ്ഞ് വിളിക്കുന്നവന് ഇതൊന്നും ഒരു സമയമല്ല. എനിക്ക് നിങ്ങൾക്കും ഇത് സമയമാണെങ്കിലും ദൈവത്തിന് ഒരു വലിയ സമയമല്ല. ഞാൻ നിങ്ങളും തളർന്നെങ്കിൽ തമ്പുരാൻ ഇന്ന് പറയാനുള്ളത്, പേടിക്കണ്ട. അണ്ട ബാഖാവൃക്ഷത്തിന് ചുവട്ടിലോട്ട് തയ്യാറായി നില്ല്. അല്പം കഴിയുമ്പോൾ നീ ഒരു ശബ്ദം കേൾക്കും. ഓ ഹല്ലേലൂയ, താങ്കൾ ഒരു ശബ്ദം കേൾക്കും. എന്താ ശബ്ദം എന്നറിയാമോ? മൽബറിച്ചെടിയുടെ മുകളിലൂടെ ഒരു സൈന്യം ലെഫ്റ്റ് മാർച്ച് ചെയ്യുന്ന ശബ്ദം കേൾക്കും. ആ ഇറങ്ങിയത് എന്റെ ദൂതനാണ്, പുറകെ പൊക്കോ, യുദ്ധം യഹോവയ്ക്കുള്ളത്. സമയം അറിയിക്കുന്ന ദൈവം, സമയം വെളിപ്പെടുത്തുന്ന ദൈവം, ദൈവത്തിന്റെ സിഗ്നലുകൾക്ക് വേണ്ടി, ദൈവത്തിന്റെ വിസിലിന് വേണ്ടി, ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തുനില്ല. സമയമായിപ്പോയല്ലേ? ഹാർവസ്റ്റ്, താങ്ക് യു. ഞങ്ങളൊരു 10 മിനിറ്റ് കൂടെ തുടരും. ഒരു ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്നവർ ഒരു ലൈൻ വരച്ച് വെച്ച് ഓടാൻ തയ്യാറായി നിൽക്കുക. ആരോ ഒരാൾ ഒരു ഗൺ ഫയർ ചെയ്യണം. അതിനുമുമ്പേ ഓടുന്നവന് സമ്മാനമില്ല, ലേറ്റ് ആകുന്നവന് സമ്മാനമില്ല. ബഥേൽ വെയിറ്റ് ചെയ്യ്, ശബ്ദം വരും. ദാവീദ് വെയിറ്റ് ചെയ്യ്, ശബ്ദം വരും. വെയിറ്റ്, ശബ്ദം വരും. വിളിച്ചു നിർത്തിയവൻ മണ്ടനല്ല, വിളിച്ചു നിർത്തിയവൻ വാക്കുമാറുന്നവനല്ല. ഇന്ന് പകൽ എത്ര പേർക്ക് ധൈര്യമുണ്ട്? എന്റെ കർത്താവ് വാക്കുമാറത്തില്ല. മാറി അവിടെ നില്ല, അവിടെ വെയിറ്റ് ചെയ്യ്, ലൈനിൽ വെയിറ്റ് ചെയ്യ്. ആ ഒരു കാലി ലൈനിൽ ഇരിക്കട്ടെ, കാത് കൂർപ്പിച്ചു നില്ല. വെടിയുടെ ശബ്ദം കേൾക്കും, കേട്ടാൽ ചാടി കുതിക്ക. ദാവീദും തന്റെ തകർന്ന ജനവും ദൂതന്റെ മാർച്ചിങ്ങിന്റെ ശബ്ദത്തിന് വേണ്ടി മൽബറി ചുവട്ടിൽ കാത്തു നിൽക്കുന്നത് പോലെ ബഥേൽ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് 9 കൊല്ലമായി കാത്തു നിൽക്കുക. കർത്താവേ, ദൈവത്തിന് 9 കൊല്ലം വിഷയമല്ല. പക്ഷെ ഞങ്ങൾ തളർന്നു കർത്താവേ, ഞങ്ങളിൽ പലരും നിരാശപ്പെടുന്നു. ഇന്ന് പകൽ ശക്തിയെ പുതുക്കുവാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ കഴുകനെ പോലെ ചിറകടിച്ചുയരത്തക്കവണ്ണം ശക്തി പുതുക്കുവാൻ ഞങ്ങൾ വന്നിരിക്കുക. കുടുംബ പ്രശ്നങ്ങൾ തീരുവാൻ, കടഭാരങ്ങൾ മാറുവാൻ, ക്ഷാമങ്ങൾ അഴിയുവാൻ, കുടുംബം നേരെയാകുവാൻ, കമ്പനി നേരെയാകുവാൻ, പണികൾ നടക്കുവാൻ. ഓ, കാത്തു നിൽക്കുന്നവനെ തോന്നിയിടത്ത് പോയി നിന്നാൽ ഒക്കത്തില്ല. ഉണർവ് ആരംഭിച്ചിട്ട് ഞാനങ്ങ് വരാം, സഭയുടെ പണി കഴിഞ്ഞിട്ട് ഞാനങ്ങ് വരാം. മോനെ, നീ വരണ്ട. നേരത്തെ കാത്തിരിക്കുന്നവർക്ക് ആ ശബ്ദം.
എല്ലാം നടക്കുമ്പോൾ ഞാൻ വേണ്ടടേ നേരത്തെ വന്നു നിൽക്കുന്നവർക്ക് ആ ശബ്ദം. ഹല്ലേലൂയ. മൽബറിയുടെ ചുവട്ടിൽ കാത്തു നിൽക്കുന്ന ദാവീദ് പെട്ടെന്നൊരു ശബ്ദം കേട്ടു. ഒരു സൈന്യം തന്റെ മൽബറിയുടെ മുകളിലൂടെ മാർച്ച് ചെയ്യുന്നു. ഞാൻ അവിടെ കാണുണ്ടായിരുന്നെ പറഞ്ഞ ഇയാൾക്ക് വട്ടളകിയതാ. മൽബറിയുടെ മേളിൽ കൂടെ സൈന്യം മാർച്ച് ചെയ്യുന്നോ? എന്താ ഈ പറയുന്നത്? ബാഖാവൃക്ഷങ്ങളുടെ മുകളിലൂടെ സൈന്യം പോകുന്നു. അതെ, കണ്ണിന് കാണാവുന്ന സൈന്യമല്ല, അദൃശ്യന്മാരുടെ സൈന്യം, ശക്തന്മാരുടെ സൈന്യം, ദൈവത്തിന്റെ സേന. ദൈവത്തിന്റെ സേന, ദൈവത്തിന്റെ സേന, ദൈവത്തിന്റെ സേന ഈ പകൽ ഇറങ്ങട്ടെ. ആ ശബ്ദം കേട്ടാൽ പിന്നെ ദാവീദിരിക്കത്തില്ല. ദൈവത്തിന്റെ വചനത്തിൽ പടക്കുതിരയെ കുറിച്ച് പറയുന്നത് കാഹളം ധ്വനിക്കുന്തോറും അത് ഹാഹാ എന്ന് ചിരിച്ചുകൊണ്ട് യുദ്ധത്തിന് ചാടുന്നത്. കട്ടിയട്ടെ, അടുത്ത 4-5 മിനിറ്റ് നിർത്താൻ നോക്കുക. നമ്മൾ ചിലർക്ക് ചില കടമകളുണ്ട്, അത് പറഞ്ഞു ചെങ്ങ് പോയേക്കാം. എന്തെങ്കിലും ഒരാഴ്ച പിന്നെ തമ്പുരാൻ നടത്തുമ്പോൾ അത് എടുക്കാൻ നോക്കാം. യെശയ്യാ 34:37 പറയുമ്പോഴേ പ്രവാചകന്മാർ ജനത്തിനു വേണ്ടി കരയട്ടെ, ജനത്തിനു വേണ്ടി പക്ഷപാതം ചെയ്യട്ടെ. പ്രവാചകന്മാർ ജനത്തിനു വേണ്ടി പക്ഷപാതം ചെയ്യട്ടെ. ഇതിലതില്ലേ പ്രവാചകന്മാർ? ആരാ പ്രവാചകന്മാർ? ദൈവത്തിൻ്റെ ഹിതം മനുഷ്യനെ അറിയിക്കുന്നവനാ. പക്ഷേ അവിടെ കൊണ്ട് തീർന്നില്ല. കരയാൻ നോക്ക്, ജനത്തിനു വേണ്ടി കര. അത് പുരോഹിതൻ്റെ ജോലിയാ. പ്രവാചക, നിന്റെ ജോലി കൊണ്ട് നിർത്താതെ പുരോഹിതൻ്റെ ജോലി കൂടെ ചെയ്യേ. പുരോഹിത, യോവേലിൻ്റെ പുസ്തകത്തിൽ വരുമ്പോൾ ജനത്തെ കണ്ട് കര. നിന്റെ ജോലി ജനത്തെ സന്തോഷിപ്പിക്കുക, നിർത്താതെ ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് എടുക്ക്. പുരോഹിതന്മാർ കരയട്ടെ. മീഖ 4:13 അതിനു മുമ്പേ യെരമ്യാവ് 31:4-8 വരെ സാധാരണ ജനം ചിലത് നമുക്കതൊന്ന് വായിക്കാം. യെരമ്യാവ് 31:4-8 വരെ വായിക്കേണ്ട, ഞാൻ ഓർത്ത ഒരു വാക്യമാണ്. യെരമ്യാവ് 31:4-8 വരെ. ഇസ്രായേൽ കന്യകേ, ഞാൻ നിനക്ക് വീണ്ടും അഭിവൃദ്ധി വരുത്തുകയും. എൻ്റെ കുഞ്ഞെ, ഒന്നുകൂടെ നിർത്തി സ്പഷ്ടവും സ്ഫുടവുമായി വായിര്. ഞാനത് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. എല്ലാവരുടെ ചെവി തുറന്ന് ദയവായി ശ്രദ്ധിക്കൂ. ദൈവം ഇടപെടുന്നതായി കണക്കാക്കൂ. ഇത് ദൈവവചനമാണ്. ഈ വായിക്കാൻ പോകുന്ന ദൈവവചനമാണെന്ന് ഉറപ്പുണ്ടോ? ഉണ്ട് എങ്കിൽ വായിര്. ഇസ്രായേൽ കന്യകേ, ഞാൻ നിനക്ക് വീണ്ടും അഭിവൃദ്ധി വരുത്തുകയും നീ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും. നീ ഇനിയും ചേലോടെ തപ്പെടുത്തുകൊണ്ട് സന്തോഷിച്ച് നൃത്തം ചെയ്യുന്നവരുടെ നിരയിൽ പുറപ്പെടും. നീ ഇനിയും ശമരിയ പർവ്വതങ്ങളിൽ മുന്തിരിത്തോട്ടം ഉണ്ടാക്കും. കൃഷിക്കാർ കൃഷി ചെയ്ത് ഫലം അനുഭവിക്കും. എഴുന്നേൽപ്പീൻ, നാം സിയോനിലേക്ക്, നമ്മുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് കയറിപ്പോക എന്ന് കാവൽക്കാർ എഫ്രയീം മലനാട്ടിൽ വിളിച്ചു പറയുന്ന നാൾ വരും. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യാക്കോബിനെ ചൊല്ലി ഘോഷിച്ചുല്ലസിപ്പീൻ. ഒന്ന് നിൽക്കട്ടെ. ഇത്രയും നാൾ അഭിവൃദ്ധിയെ കുറിച്ച് പറഞ്ഞു. നിന്റെ മുന്തിരിത്തോട്ടം ശത്രു കൊണ്ടുപോയെങ്കിൽ ദാറ്റ്സ് നോട്ട് ദ എൻഡ്. ദൈവം ചത്തുപോയിട്ടില്ല. ഈസ് സ്റ്റിൽ ഓൺ ദ ത്രോൺ. വാഗ്ദത്തം മറന്നില്ല. തൻ സിംഹാസനസ്ഥന, തൻ വാക്ക് മാറത്തില്ല. നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും. പക്ഷേ തൽക്കാലം ഒരു കടമയുണ്ട്. പുരോഹിതന്മാർ കരയട്ടെ, പ്രവാചകന്മാർ മധ്യസ്ഥത അണയ്ക്കട്ടെ. സാധാരണ ജനമേ, യെരൂശലേം പുത്രിയേ, ഒരു കടമയുണ്ട്, ഇന്ന് ചെയ്യേണ്ടതാ. വായിച്ചാട്ട്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യാക്കോബിനെ ചൊല്ലി ഘോഷിച്ചുല്ലസിപ്പീൻ. യാക്കോബിനെ ചൊല്ലി ഘോഷിച്ചുല്ലസിക്കുക. ഇവൻ പൊളിഞ്ഞു കിടക്കുക. കരയാനല്ല പറഞ്ഞത്, ഘോഷിച്ചുല്ലസിക്കുക. പിന്നെ ജാതികളുടെ തലവനെ കുറിച്ച് സന്തോഷിച്ച് ആർപ്പിടുവിൻ. ഈ പൊളിഞ്ഞു കിടക്കുന്ന യാക്കോബ് ആരാന്നറിയാമോ? തകർന്നു പോയ യാക്കോബെ നല്ല വിളിക്കേണ്ടത് ജാതികളുടെ തലവനെ. ചില പുതിയ പ്രവചന ശൈലികൾ തമ്പുരാൻ നമ്മുടെ നാവിൽ തരട്ടെ. ബഥേൽ ജാതികളുടെ സംഖ്യയിൽ ചേരുന്നതല്ല, ഇതതിൻ്റെ മുകളിലാ. നിങ്ങൾ സാധാരണക്കാരിൽ പെടുന്നവനല്ല, തലവനാ. ജാതികളുടെ തലവനാണ് ദൈവത്തിന്റെ പൈതലെന്ന് പറ. ഹല്ലേലൂയ. കാണാതെ വിശ്വസിച്ചവർ വിശ്വാസത്തിന്റെ ക്രിയ നാവിലൂടെ പുറത്തുവിട്. ജാതികളുടെ തലവനെ കൊല്ലി ഘോഷിക്ക. പിന്നെ
ഘോഷിച്ചും സ്തുതിച്ചും കൊണ്ട് യഹോവേ, ഇസ്രായേലിന്റെ ശേഷിപ്പായിരിക്കുന്ന നിന്റെ ജനത്തെ രക്ഷിക്കണമേ എന്ന് പറവേ. നിങ്ങൾ ഘോഷിച്ചുല്ലസിച്ച് അഭയാചന കഴിക്കണം. കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്, അതിനപ്പുറത്ത് ചിലർക്ക് വിളിയുണ്ട്. അത് ഒരു ലെവലാ, അതിൻ്റെ മുകളിൽ വേറെ ചിലർക്ക് വിളിയുണ്ട്. ഘോഷിച്ചുല്ലസിച്ചുകൊണ്ട് പറ, കർത്താവേ ഈ ജനത്തോട് ക്ഷമിക്കണേ. എന്തിനാണ്? ഒരു സൈന്യമായി തിരികെ എഴുന്നേൽപ്പിക്കുവാൻ. ഇതങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞാൽ ശേഷിപ്പുകളെ തിരിച്ചു കൊണ്ടുവരും. എൻ്റെ ജനം എവിടം വരെ ചിതറിയാലും സമുദ്രത്തിൻ്റെ അക്കരെ നിന്നും ഭൂമിയുടെ അറ്റത്ത് നിന്നും ഞാൻ കൊണ്ടുവരും. എവിടൊക്കെ ചിതറിയാലും ഞാൻ തിരിച്ചു കൊണ്ടുവരും, ഞാൻ തിരിച്ചു കൊണ്ടുവരും. വിശ്വസിക്കുന്നവർ ആമീൻ പറഞ്ഞു. ഞാൻ തിരിച്ചു കൊണ്ടുവരും. ദൈവം തിരിച്ചു കൊണ്ടുവരും. ചിതറിയതിനെ തിരികെ കൊണ്ടുവരും. ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെ, സമുദ്രത്തിന്റെ ഉള്ളിൽ നിന്ന്, നശിച്ച ഇടത്തു നിന്ന് യഹോവ തിരികെ കൊണ്ടുവരും. ഇത് വരുമ്പോൾ മീഖ 4:13 സീയോൻ പുത്രിയേ ഒന്നെഴുന്നേറ്റു, ഞാൻ നിന്റെ കാലിന് താമ്രക്കുളവുമ്പ് തരും, ഞാൻ നിനക്ക് ഇരുമ്പിന്റെ കൊമ്പ് തരും. നിരൂപിക്കുന്നവർ നിരൂപിക്കും. അയ്യോ, നമ്മുടെ നാട്ടിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ താമ്രക്കുളവ്? ഇവിടെ പോയി ചുമ്മായിരുന്നു. തൻ്റെ കാര്യം അല്ല പറഞ്ഞത്, പ്രമാണത്തിൽ നിൽക്കുന്ന ദൈവ പൈതൽ അവൻ അനുഭവങ്ങളുടെ വ്യത്യാസത്തിലൂടെ നടക്കും. ഇന്ന് പകൽ അനുഭവങ്ങളുടെ വ്യത്യാസത്തിലൂടെ ചിലർ ഇറങ്ങി വരേണ്ടതിന് ചിലതിൻ്റെ കുളമ്പ് മാറ്റി താമ്രക്കുളമ്പ് തരാൻ പോക. കൊമ്പില്ലാത്ത ചിലതിന് ഇരുമ്പ് കൊമ്പ് തരാൻ പോക. ജാതികളെ കുത്തി മലർത്തുവാൻ, അവരുടെ സമ്പത്ത് ദൈവത്തിന് വേണ്ടി പിടിച്ചെടുക്കുവാൻ, ദൈവസഭകളെ പണിയുവാൻ, ദൈവസഭകളെ വളർത്തുവാൻ. സീയോന്റെ പുത്രി, ജനത്തിനു വേണ്ടി പ്രവചിക്ക. കരഞ്ഞുകൊണ്ടല്ല, അട്ടഹസിച്ചാർത്തുകൊണ്ട് പ്രവചിക്ക, അപേക്ഷിക്ക. തമ്പുരാൻ നിന്റെ സ്ഥിതി മാറ്റും. എൻ്റെ കാലിനൊരു പുതിയ കുളമ്പ്. അത് സാധാരണ കുളമ്പല്ല, ഇത് താമ്രക്കുളമ്പ. ഇത് ലാടമടിക്കേണ്ട കാര്യമില്ല, ഇത് ലാടത്തേക്കാൾ വലിയതാ. ഇത് മുള്ളിൽ പോറുന്നതല്ല, ഇത് മുള്ളിനെ തകർക്കുന്നതാ. ഇത് കല്ലിൽ ചെതറുന്നതല്ല, ഇത് കല്ലിനെ ചെതറിക്കുന്നതാണ്. ഇന്ന് പകൽ ചിലതിൻ്റെ കാലുകൾക്ക് താമ്രക്കുളമ്പുകൾ എൻ്റെ തമ്പുരാൻ ഫിറ്റ് ചെയ്യട്ടെ. യേശുവിൻ നാമത്തിൽ അധ്വാനിക്കുന്ന ദൈവജനത്തിന്റെ മേൽ ഒരു താമ്രക്കുളമ്പുണ്ട്. ഞാൻ നിനക്ക് ഇരുമ്പ് കൊണ്ടുള്ള കൊമ്പ് തരാം. ഇതുവരെ നിന്നെ ജാതികൾ കുത്തിയില്ലേ, നീ എന്നെ തിരിഞ്ഞു കുത്താൻ പോക. ഹല്ലേലൂയ. എന്തിനാണെന്നറിയാമോ? അതിന്റെ ലാഭം സ്വന്തം കിങ്ഡം പണിയാനല്ല, സ്വന്തം സാമ്രാജ്യം ഉണ്ടാക്കാനല്ല. യഹോവയുടെ മന്ദിരത്തിൽ, യഹോവയുടെ ആലയത്തിൽ ജാതികളുടെ സമ്പാദ്യം വരേണ്ടതിന് ഞാൻ നിനക്ക് കൊമ്പ് തരാം. മിഖ 2 തകർക്കുന്നവൻ എൻ്റെ മുമ്പിലുണ്ട്. ഞാൻ ജാഗരിച്ചോളാം, ഞാൻ കൂടെയുണ്ട്. ഞാൻ അതാത് സാഹചര്യങ്ങളിൽ അങ്ങനെ വ്യത്യസ്ത രൂപങ്ങളിൽ വെളിപ്പെടും. നിനക്കിപ്പം വേണ്ട തകർക്കുന്നവനായിട്ടാ ഞാൻ വരാം. ഞാൻ നിനക്ക് അഗ്നി മതിലായി നിൽക്കാം. ഞാൻ നിനക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാം. ഇന്നത്തെ ഭാഷയിലേക്ക് ഇറങ്ങിയാൽ വീഴാതെ വണ്ണം നിങ്ങളെ നിർത്താം. ആ ഏദൻ പർദീസയിൽ നിന്ന് തള്ളപ്പെട്ടെങ്കിൽ ആത്മപർദീസയിൽ കൊണ്ടിരുത്താം. വീഴാതെ വണ്ണം തൻ്റെ മഹിമാ സന്നിധിയിൽ ആനന്ദത്തോടുകൂടെ കളങ്കമില്ലാത്തവരായി കൊണ്ട് നിർത്താം. പ്രൈസ് ദി ലോർഡ്. തീർന്നില്ല. വെളിപ്പാട് 22 വരുമ്പോൾ ഇതാ പുതിയ ആകാശം, ഇതാ പുതിയ ഭൂമി. ദൈവം മനുഷ്യനോടുകൂടെ ഇമ്മാനുവേൽ, ഇമ്മാനുവേലായി. മനുഷ്യനെ കുറിച്ചുള്ള ദൈവിക പദ്ധതി, മനുഷ്യനെ കുറിച്ചുള്ള ദൈവിക പദ്ധതി. കഴിഞ്ഞ കാലം പോയി, ഒരു വലിയ കാലം വരുന്നു. ഇന്ന് ഞാൻ എന്തു വേണം? ഇന്നെൻ്റെ നടപ്പ് നേരെയെങ്കിൽ വരുവാനുള്ളതിൽ തമ്പുരാൻ ചെയ്യേണ്ടത് ചെയ്യും. കണ്ണുകളടയ്ക്കാൻ കർത്താവേ ദൈവകരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ഇന്ന് പകൽ തൃക്കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഞങ്ങളെ തരുന്നേ. ഞാൻ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. അങ്ങയുടെ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. അങ്ങയുടെ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഒരു ദൈവാനുഗ്രഹം ഈ ജനത്തിൻ്റെ മേലിരിക്കട്ടെ. ഇതിലെ യുവതികൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇതിലെ മാതാക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇതിലെ അമ്മച്ചിമാർ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇതിലെ വല്യമ്മച്ചിമാർ അനുഗ്രഹിക്കപ്പെടട്ടെ, കൊച്ചു പെൺകുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, വിദ്യാർത്ഥിനികൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇതിലെ യുവാക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇതിലെ പിതാക്കന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ, വല്യപ്പച്ചമാർ അനുഗ്രഹിക്കപ്പെടട്ടെ.
ഞങ്ങളുടെ കുട്ടിമാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവകൃപ സഭയുടെ മേലിരിക്കട്ടെ. കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവകൃപ സഭയുടെ മേൽ വളരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇവരെ തടയുന്ന പിശാചേ, ഈ വാചകം തടയുവാൻ നിനക്ക് റൈറ്റ് ഇല്ല. നീ മാറുന്നില്ല. ഹല്ലേലൂയ. വിശുദ്ധ ദൂതന്മാരെ, ഞങ്ങൾ വിതച്ചതായ വാക്കുകൾ ചെന്ന് വീഴേണ്ട ഇടങ്ങളിൽ ചെന്ന് വീഴുവാൻ അതിനെ എടുത്തു കൊണ്ടുപോവുക. യേശുവിന്റെ നാമത്തിൽ രക്ഷിക്കപ്പെടുന്നവരുടെ സേവകാത്മാക്കളായ വിശുദ്ധ ദൂതന്മാരെ, ഇന്ന് പകൽ കാര്യം ചെയ്യുവാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. ദൂതന്മാർ ഡ്യൂട്ടിക്ക് വേണ്ടി ഇറങ്ങട്ടെ. ആമി റാസിയാര അൽബെ ഹാസിയാര. യേശുവേ, അടിയങ്ങളുടെ വാക്കുകൾക്ക് യേശുവിൻ്റെ രക്തത്തിൻ്റെ മുദ്രയിടണമേ. ഇന്ന് ഈ വാക്കുകൾ വിജയിക്കട്ടെ കർത്താവേ. ഈ ജനം വാഴ്ത്തപ്പെടട്ടെ കർത്താവേ. ഈ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവേ. പരാജയങ്ങളെ വിട്ടുമാറുക, വഴിമാറുക. അശുദ്ധ ജീവിതമേ വഴിമാറുക. വീഴാതെ വണ്ണം കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ ഇന്ന് നിർത്തുവാൻ കഴിയുന്നവനായ ദൈവത്തിന് വേണ്ടി നിയമിക്കപ്പെട്ട വൃതന്മാർ സേവ ചെയ്യേണ്ടതിനായി, സഭകൾ പണിയപ്പെടേണ്ടതിനായി, ദൈവനാമം ഉയരേണ്ടതിനായി, വെട്ടപ്പെടേണ്ട ശക്തികൾ വെട്ടുകൊണ്ട് തകരേണ്ടതിനായി, അത് കേവലം മുട്ടുകുത്താനല്ല, സാഷ്ടാംഗം വീഴേണ്ടതിനായി, ഇനി എഴുന്നേൽക്കാതെ വേണം അത് തകരേണ്ടതിനായി ഭാരത മണ്ണിൽ നിന്ന് പോകുവാൻ കർത്താവ് കൽപ്പിക്കുന്നതിനായി സ്തോത്രം. ജനം അനുഗ്രഹിക്കപ്പെട്ട വാഴ്ത്തപ്പെടട്ടെ. ഇവർ കർത്താവെ നിത്യതയിൽ ഞങ്ങൾ എത്തുവോളം മനുഷ്യനോടുകൂടെ ദരിമീനയുടെ കൂടാരം ഇരിക്കുന്നത് വരെ ജീവനിലും മരണത്തിലും കൂടിയിരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. അടിയങ്ങളെ അനുഗ്രഹിച്ചാലും രോഗികളെ തൊട്ട് സൗഖ്യമാക്കിയാലും ഈ ഇരിക്കുന്ന സമയം തന്നെ ചില രോഗികൾ സൗഖ്യമാകട്ടെ. ആ വയറിൻ്റെ അകത്തെ പ്രശ്നങ്ങൾ യേശുവിൻ്റെ നാമത്തിലൊന്ന് മാറുവാൻ. ഞങ്ങളുടെ വയറിനകത്ത് പുക്കളിൽ നിന്നും ഉദ്ദേശം 3 ഇഞ്ചോളം വലത്തുവശത്തേക്ക് മാറി. പുക്കളിൽ നിന്ന് നേരെ ഒരു 3 ഇഞ്ചോളം വലത്തുവശത്തോട്ട് മാറി. വേദന അനുഭവിക്കുന്ന ചില വ്യക്തികൾ, ഒരാളല്ല ചില വ്യക്തികൾ ഇന്ന് പകൽ സൗഖ്യമാകട്ടെ. അതിൽ 1-2 പേർക്കെങ്കിലും കറക്റ്റ് 3 ഇഞ്ചിലായിരിക്കും. ആ രോഗസൗഖ്യങ്ങൾ നടക്കട്ടെ. ഇന്ന് പകൽക്കാലം ചില വിടുതലുകൾ നടക്കട്ടെ. ചില അസ്ഥികൾ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽ ചില ദൈവിക വിടുതലുകൾ നടക്കട്ടെ.